പറയുന്നത് എന്താണ്? Here you have to draw the projections for a cone. Okay, so cone of diameter which is given as well as the height is also given for you. Then uh, there is also a condition that the axis is inclined to HP at a degree of 30 degree. അതുപോലെ തന്നെ ആക്സിസ് ഇസ് പാരലൽ ടു വി പി എന്ന് പറയുന്ന കണ്ടീഷനാണ് വരുന്നത്. സോ ഇങ്ങനെയായിരിക്കും നമ്മൾ വരയ്ക്കുന്നുണ്ടാവുക അല്ലേ. പിന്നെ നമുക്കറിയാം ഈ ആക്സിസ് ഇസ് ഓൺലി ഇൻക്ലൈൻ ടു എച്ച് പി എന്നുള്ള കേസാണ്. നമ്മൾ ആ കേസിൽ എന്ത് ചെയ്യും? അതിന്റെ സിമ്പിൾ പൊസിഷനായിട്ട് ഇതിനെ ഇവിടെ ഇതിൽ നിലനിർത്തിക്കൊണ്ടുള്ള എച്ച് പിയിൽ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ഫിഗർ വരയ്ക്കാനാണ് സിമ്പിൾ പൊസിഷൻ വരച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. കോൺ ആയതുകൊണ്ട് തന്നെ റെസ്റ്റിംഗ് ഓൺ എച്ച് പി എന്നുള്ള കേസ് ആണെങ്കിൽ എന്തായിരിക്കും? അതിന്റെ ബേസ് എന്ന് പറയുന്നതിന്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് സർക്കിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നതായിരിക്കും ഒരു ട്രയാങ്കിൾ ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താണ് അതിന്റെ വിഷ്വലൈസേഷൻ കാണിച്ചിരുന്നു അല്ലെ. 3D ഷേപ്പ് അതിന്റെ കാണിച്ചിരുന്നു. ഈ കേസ് എന്ന് പറയുന്നത് എന്താണ്? ആക്സിസ് പെർപെൻഡിക്കുലർ ഞാൻ പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സ്ക്വയർ പിരമിഡും അതുപോലെ തന്നെ ട്രയാങ്കുലർ പിരമിഡും അതുപോലെ ട്രയാങ്കിൾ പ്രിസമൊക്കെയാണ് വരയ്ക്കുന്നെങ്കിൽ അതിന്റെ എന്താണ് ടോപ്പ് വ്യൂല് ഇപ്പോൾ റെസ്റ്റിംഗ് ഓൺ ബേസ് ഓൺ ഇറ്റ്സ് എച്ച് പി ആണെങ്കിൽ നമുക്ക് എന്താണ് ഇങ്ങനെ ഒരു പിന്നെ ബേസിന്റെ ഒരു ഷേപ്പ് ഉണ്ടാവും അല്ലെ. ബേസിന്റെ ഷേപ്പിൽ നമുക്ക് എന്താണ് കോർണേഴ്സ് നമുക്ക് ലഭിക്കും. ബട്ട് ഒരു കേസ് നമ്മളിപ്പോൾ ഒരു സർക്കിളോ മറ്റാണ് കൺസിഡർ ചെയ്യുന്നെങ്കിൽ സർക്കിൾ എന്ന് പറയുന്നതിന് എന്താണ് അതിനൊരു ബേസിൽ എന്താണ് കോർണേഴ്സ് ഒന്നുമില്ല. പക്ഷെ നമ്മൾ അപ്പോൾ പ്രൊജക്ടേഴ്സ് നമ്മൾ എങ്ങനെ വരയ്ക്കും? കാരണം ഒരു കേർവ്ഡ് സർഫസ് ആണെങ്കിൽ നമുക്ക് എന്താണ് പ്രൊജക്ടേഴ്സ് വരയ്ക്കാനായിട്ട് ഉണ്ടാവില്ല. അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യും? വി വിൽ ഡിവൈഡ് ദി സർക്കിൾ ഇൻ ടു സം സെഗ്മെന്റ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. സപ്പോസ് ഇങ്ങനെ ഒരു ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിനുശേഷം എന്താണ് അതിനെ നമ്മൾ വീണ്ടും ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ ഡിവൈഡ് ചെയ്ത് നമ്മൾ കുറേ പോയിന്റ്സ് ഉണ്ടാക്കും. ഇപ്പൊ ഇവിടെ നോക്കിയാൽ അറിയാം എന്താണ് ഈ ഒരു സർക്കിളിനെ എന്താണ് പല സെഗ്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു അല്ലെ. ആദ്യം ഇങ്ങനെ ഒരു ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്തു, പിന്നെ ഇങ്ങനെ ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്തു, പിന്നെ ആ പോർഷനെ പിന്നെ ഒരു ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെ ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ പോയിന്റ്സ് എടുക്കുകയാണ് ചെയ്ത്. ഇപ്പൊ ഈ പോയിന്റ്സ് നോക്കി അറിയാം ഇവിടെ ഒരു 1 2 3 4 5 6 7 and 8 പോയിന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. സോ നമ്പർ ഓഫ് പോയിന്റ്സിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമുക്ക് എന്താണ് ആ കർവേച്ചർ ഒക്കെ കൃത്യമായിട്ട് വരയ്ക്കാനായിട്ട് സാധിക്കും. സോ നോർമലി നമ്മൾ എടുക്കുന്നത് ഒരു 8 പോയിന്റ്സ് വരെ എടുക്കാം, അല്ല 8 to 10 12 പോയിന്റ്സ് ഒക്കെ വേണമെങ്കിലും എടുക്കാം. ഇനി ഇതിനെ ഡിവൈഡ് ചെയ്തിട്ട് പോയിന്റ്സ് ആക്കി എടുക്കാം. എന്നിട്ട് നമ്മൾ ആ പോയിന്റ്സിനെ നെയിം ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, സോ യു ക്യാൻ സീ ഹിയർ എ, ദിസ് വിൽ ബി ബി, സി, ഡി, ഇ, എഫ്, ജി, എച്ച് എന്ന് പറഞ്ഞിട്ട് പോയിന്റ്സ് ആക്കിയത്. എന്തിനാണ് ഇങ്ങനെ പോയിന്റ്സ് ആക്കിയത്? അവിടെ നിന്ന് നമുക്ക് പ്രൊജക്ടേഴ്സ് വരയ്ക്കണം അല്ലെ. നോർമലി ഒരു സ്ക്വയർ പിരമിഡ് അല്ലെങ്കിൽ ട്രയാങ്കിൾ പിരമിഡ് ആയിരുന്നെങ്കിൽ പിന്നെ ടോപ്പ് വ്യൂവിൽ നമ്മൾ എന്താണ് ഒരു ട്രയാങ്കിളോ ഷേപ്പ് കാണും. അപ്പൊ അതിന്റെ കോർണേഴ്സ് നമുക്ക് നെയിം ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ഈ കേസിൽ എന്താണ് ഇൻ ദിസ് കേസ് വി ആർ നോട്ട് ഹാവിങ് എനി എന്താണ് കോർണേഴ്സ്. സോ വാട്ട് വി ഹാവ് ടു ഡു, വി ഹാവ് ടു ഡിവൈഡ് ദ ടോപ്പ് വ്യൂ ഓർ ദ സർക്കിൾ ഇൻ ടു സം സെഗ്മെന്റ്സ് ആൻഡ് ഗെറ്റ് ദ പോയിന്റ്സ്. Okay, so you can see here, as you can see here, we divided this circle into some segments and we considered some points. So these points, from these points നമ്മൾ എന്ത് ചെയ്യും? ഇതിൽ നിന്ന് ടോപ്പ് വ്യൂ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ദിസ് പോയിന്റ് ഇസ് ഗോയിങ് ടു ബി ഇ ഡാഷ്, ദിസ് പോയിന്റ് ഇസ് ഗോയിങ് ടു ബി എ ഡാഷ്. സിമിലർലി ഈ പോയിന്റ് എന്തായിരിക്കും? ഈ പോയിന്റ് ആയിരിക്കും സി ഡാഷ്, അതുപോലെ തന്നെ പി ഡാഷ്, ജി ഡാഷ് വരുന്നത് ഈ പോയിന്റിലായിരിക്കും. അതുപോലെ തന്നെ ഈ പോയിന്റ് ആണ് ഒ ഡാഷ്. ഒ ഡാഷ് പി ഡാഷ് എന്ന് പറയുന്നതാണ് നമ്മുടെ ആക്സിസ്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യും? വി ആർ ഗോയിങ് ടു മേക്ക് ആൻ ഇൻക്ലിനേഷൻ ഓഫ് 30 ഡിഗ്രി വിത്ത് എച്ച് പി. സോ ദാറ്റ് വിൽ ബി സീയിങ് ഓൺ ദ ഫ്രണ്ട് വ്യൂ. സോ 30 ഡിഗ്രി എടുത്തു, ആക്സിസ് വരച്ചു, ദെൻ ലേറ്റർ യു കൺസിഡർ യു replotted all the points and got this front view. From there we will drop the projectors. So E dash ൽ നിന്ന് drop a projector. Similarly from this E ഒരു പ്രൊജക്ടർ വരുന്നു. സോ അത് രണ്ടും ടച്ച് ചെയ്യുന്ന പോയിന്റ് ആണ് E. സിമിലർലി നെക്സ്റ്റ് പോയിന്റ്, ഇത് ഏത് പോയിന്റ് ആണെന്ന് വെച്ചാൽ അത് ഇപ്പൊ ഇതെന്താണ് എഫിന്റെയും ഡി ഡാഷിന്റെയും പോയിന്റ് ആണിത്. സി എഫ് ഡാഷ് എഫിന്റെ ഡിയുടെ പോയിന്റ് ആണിത്. സോ ഇതാണ് എഫ് ഡാഷ് ഡി ഡാഷ് പോയിന്റ്. സോ എഫ് ഡാഷിൽ നിന്ന് വരുന്ന പോയിന്റും അതുപോലെ തന്നെ ഡി ഡാഷിൽ നിന്ന് വരുന്ന പോയിന്റും കൂടെ വരുമ്പോൾ ഡി എന്ന് വരുന്ന പോയിന്റ് ഇതാണ് ഡി. അതുപോലെ ഇത് എഫിന്റെ ഡിയുടെ ലൈനാണ്, അതുപോലെ എഫിന്റെ ഇവിടുത്തെ ലൈനിലാണ് എഫ് വരാൻ പോകുന്നത്. സോ യു വിൽ ഗെറ്റ് 16 പോയിന്റ്സ് ഓവറോൾ. ഇവിടെ എന്താണ് ഈ 16 പോയിന്റ്സും നിങ്ങൾക്ക് എന്താണ് റീക്രിയേറ്റ് പറ്റും. 16 അല്ല 8 പോയിന്റ്സ്, 1 2 3 4 5 6 7 8. സോ 8 പോയിന്റ്സും വന്നു കഴിഞ്ഞാൽ സ്യൂട്ടബിൾ ആയിട്ടൊരു കർവ് വരച്ച് നിങ്ങൾക്ക് എന്താണ് ഇത് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അതിൽ തന്നെ ഹിഡൻ ആയിട്ടുള്ള സൈഡ് നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ ഡാഷ്ഡ് ലൈൻസ് ആയിട്ട് വരയ്ക്കണം. ഓക്കെ, സോ ഒബ്വിയസ്ലി നിങ്ങൾക്ക് അറിയാം ഇപ്പൊ എന്താണ് ഇങ്ങനെ ഒരു കോണാണ്, അതിനെ ഇങ്ങോട്ട് ചെരിക്കുകയാണെങ്കിൽ ഈ സൈഡ് ആയിരിക്കും കൂടുതൽ കാണുന്നത്, വിസിബിൾ ആവുന്നത്, അല്ല ഈ ഒരു ഹാഫ് ആയിരിക്കും കൂടുതൽ കാണുന്നത്. സോ അത് ഏത് ഹാഫാണെന്ന് നോക്കുക. ഇങ്ങോട്ടാണ് തിരിക്കുന്നെങ്കിൽ ഈ ഹാഫ് ആയിരിക്കും കാണുന്നത് അല്ലെ, ഈ ഹാഫ്.
കാരണം എന്ത് ചെയ്യും, ഈ ഹാഫ് എന്ന് പറയുന്നത് ഇതിന്റെ താഴെ പോകുന്നത് കൊണ്ട് തന്നെ ഈ സൈഡ് കാണില്ല അല്ലെ. അപ്പൊ സി ടു ജി ത്രൂ എ എന്ന് പറയുന്ന ലൈൻ ഇൻവിസിബിൾ ആയിരിക്കും. നോക്കൂ, സി ടു ജി ത്രൂ എ എന്ന് പറയുന്ന ലൈൻ ഇൻവിസിബിൾ ആയിരിക്കും. റെസ്റ്റ് ബാക്കി നിങ്ങൾക്ക് വിസിബിൾ ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഹൗ യു ആർ ഗോയിങ് ടു ഡ്രോ പ്രൊജക്ഷൻ ഫോർ എ കോൺ. സിമിലർലി ആയിരിക്കും സിലിണ്ടർ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിന്റെ ടോപ്പ് വ്യൂ എന്തായിരിക്കും, ഇതുപോലെ ഒരു സർക്കിൾ ആയിരിക്കും. അറ്റ് ദാറ്റ് ടൈം ഓൾസോ വാട്ട് യു ഹാവ് ടു ഡു, നിങ്ങൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് പോയിന്റ്സ് കണ്ടുപിടിക്കണം. ആ സമയത്ത് എന്താണ്, 2 സെറ്റ്സ് ഓഫ് ഫിഗേഴ്സ് ഉണ്ടാവും, 2 സെറ്റ്സ് ഓഫ് സർക്കിൾസ് ഉണ്ടാവും. സോ കറസ്പോണ്ടിങ് നെയിമിംഗ് ഉണ്ടാവും. അതുപോലെ ഈ വരച്ചതുപോലെ ഇവിടെ വരച്ചതുപോലെ ഒരു സർക്കിൾ ആയിരിക്കും മിക്കവാറും ഇവിടെയും വരാൻ പോകുന്നത്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അത് കണക്ട് ചെയ്തിട്ട് ഒരു സിലിണ്ടർ ആക്കി വരയ്ക്കുകയാണ് ഉണ്ടാവുക. ഓക്കെ, ക്ലിയർ ആണോ? ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? കോണിന്റെ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ സിലിണ്ടറിന്റെ ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ വരയ്ക്കേണ്ടത് ക്ലിയർ ആണോ? പ്രൊസീജിയർ ഒക്കെ സെയിം ആണ്. നമ്മൾ എന്താണ് അതിൽ സെഗ്മെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് പോയിന്റ്സ് കണ്ടുപിടിക്കുന്നു എന്നുള്ള ഒരു ഐഡിയ മാത്രമാണ് അതിൽ ന്യൂ ആയിട്ട് വന്നത്. ക്ലിയർ? അഭിഷേക് ക്ലിയർ ആണോ? അഭിഷേക് പി ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യൂ സാർ. ആ, എവിടെയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ടത്? എവിടെയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്? സാർ സെഗ്മെന്റ്സ് ആയി ഡിവൈഡ് ചെയ്യുന്നത്. അതായത് സെഗ്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനീഷ്യലി നിങ്ങൾ എന്താണ് അതിന്റെ ടോപ്പ് വ്യൂ ഓഫ് സം ഡയമീറ്റർ തന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് ടോപ്പ് വ്യൂ നിങ്ങൾക്ക് വരയ്ക്കാനായിട്ട് വരും അല്ലേ. ടോപ്പ് വ്യൂ നിങ്ങൾ വരയ്ക്കുന്നു. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു, അതിനെ ഡിവൈഡ് ചെയ്യുന്നു. എങ്ങനെ ഡിവൈഡ് ചെയ്യും? സെന്റർ നിങ്ങൾക്കറിയാം, ത്രൂ സെന്ററിലൂടെ പാസ് ചെയ്യുന്ന പോലെ നിങ്ങൾ എന്താണ് ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, ഒരു മിനിറ്റ്. നിങ്ങൾ സർക്കിൾ വരയ്ക്കുന്നു. സർക്കിൾ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, സെഗ്മെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിനെന്താണ് നമ്മൾ അതിനെ ഈക്വൽ ആയിട്ട് പാർട്ടായിട്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, സോ ഇതൊരു സർക്കിൾ ആണെങ്കിൽ ഇതിന് നിങ്ങൾ എന്ത് ചെയ്യും, ആദ്യം ഒരു ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും, അതിനെ നിങ്ങൾ ഈ രണ്ട് പാർട്ടിനെ അടുത്ത ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് ത്രൂ സെന്ററിലൂടെ പാസ് ചെയ്യുന്നത് പോലെ നിങ്ങൾ എന്താണ് പലതരത്തിൽ ലൈൻസ് വരയ്ക്കുന്നു, ഡയമീറ്റർ പോലത്തെ ലൈൻസ് അല്ല ഇങ്ങനെ വരയ്ക്കുന്നു. ഇങ്ങനെ വരയ്ക്കുമ്പോൾ എന്താ, ഇപ്പൊ ഇത് 1 2 3 4 5 6 7 8 ഈക്വൽ പാർട്സ് ആയി. പോയിന്റ്സ് നെയിം ചെയ്യാണ് എ ബി സി ഡി ഇ എഫ് ജി എച്ച് എന്ന് പറയുന്ന ലൈൻസ്. ഈ ലൈൻസ് കൺസിഡർ ചെയ്യേണ്ട കേട്ടോ, അത് വരയ്ക്കുമ്പോൾ വന്നതാണ്. അതായത് നിങ്ങളൊരു സർക്കിൾ എടുക്കുന്നു, അതിനെന്ത് ചെയ്യുന്നു, ഇങ്ങനെ മുറിക്കുന്നു, കേക്കിൽ നമ്മൾ മുറിക്കുന്നത് പോലെ പീസസ് ആയിട്ട് നമ്മൾ ഇതിനെ സെഗ്മെന്റ് ചെയ്യുന്നു. അങ്ങനെ കിട്ടുന്ന പോയിന്റ്സ്, ഇപ്പൊ എ പോയിന്റ് കിട്ടുന്നു, അതിനുശേഷം എന്താണ് അടുത്ത നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. സോ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, അതിനെ നെയിം ചെയ്യുന്നു. നമുക്ക് കിട്ടിയ പോയിന്റ്സ് ഒക്കെ നമ്മൾ എന്താണ് നെയിം ചെയ്യാണ് ചെയ്യുന്നത്. സോ വൺസ് നെയിം ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, അത് നിങ്ങൾക്ക് ഫ്രണ്ട് വ്യൂയിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഓക്കെ, ഫ്രണ്ട് വ്യൂയിലേക്ക് നമുക്കിപ്പോൾ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇയുടെ കറസ്പോണ്ടിങ് പോയിന്റ് ഇൻ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇ ഡാഷ് ആയിരിക്കും. അതുപോലെ ബാക്കിയുള്ള പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്യും, പ്രൊജക്റ്റ് ചെയ്യും. ഓക്കെ, സോ അങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്നു. അതിനുശേഷം സോ വൺസ് യു ഗോട്ട് ദിസ് കറസ്പോണ്ടിങ് ടോപ്പ് വ്യൂ ആൻഡ് ഫ്രണ്ട് വ്യൂ, നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ വേണ്ട രീതിയിലേക്ക് ക്വസ്റ്റ്യനിലേക്ക് മാറ്റും സോളിഡിനെ. സോ സോളിഡിൽ പറയുന്നുണ്ട് ആക്സിസ് ഈസ് ഇൻക്ലൈൻ 30 ഡിഗ്രി ടു എച്ച് പി ആൻഡ് ആക്സിസ് ഈസ് പാരലൽ ടു വി പി. ഈ കണ്ടീഷൻ നോക്കി അറിയാം ആക്സിസ് ഈസ് പെർപെൻഡിക്കുലർ ടു എച്ച് പി ആസ് വെൽ ആസ് പാരലൽ ടു വി പി ആണ്. സോ കീപ്പിംഗ് ആക്സിസ് പാരലൽ ടു വി പി വിൽ ഗീവ് ദിസ് ആക്സിസ് ആൻ ഇൻക്ലിനേഷൻ ഓഫ് 30 ഡിഗ്രി. സോ 30 ഡിഗ്രി ഫ്രം എക്സ് വൈ എടുത്തിട്ട് ഈ ആക്സിസ് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ കണ്ടീഷനായി. കറസ്പോണ്ടിങ്ലി ഈ എൻറ്റയർ പിക്ചർ നമ്മൾ എന്താണ് റീക്രിയേറ്റ് ചെയ്യുക. സോ റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ഒരു പോയിന്റ് എന്നുള്ള രീതിയിലാക്കിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ വരയ്ക്കാൻ തുടങ്ങുന്നു. ഓക്കെ, സോ ഈ ഡിസ്റ്റൻസ് ഒക്കെ നിങ്ങൾക്ക് കോപ്പി ചെയ്യാം. എന്നിട്ട് ഈ ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഈ ഓ ഡാഷും കണ്ടുപിടിച്ച് ഇതിന്റെ ഫ്രണ്ട് വ്യൂ വരച്ചു വെക്കാം. സോ ഫ്രണ്ട് വ്യൂ വരച്ചു. അതേപോലെ ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ നെയിം ചെയ്തു എന്ന് വിചാരിക്കുക. ഓക്കെ, പോയിന്റ്സ് ഒക്കെ നിങ്ങൾ നെയിം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഓരോ പോയിന്റ് ആയിട്ട് മാർക്ക് ചെയ്യാം. സോ ഇതിപ്പോ എ ബി, ഈ പോയിന്റ് ഇല്ല, സി ഡി ഇ എഫ്
ജി എച്ച് എന്ന് വന്നു. അപ്പോൾ ഈ പോയിന്റ് എന്താണ് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ നിന്ന് വരുന്ന ലൈനിലാണ് ഈ പോയിന്റ് രണ്ടും വരുന്നത്. അതായത് എഫ് ഡാഷ് ഡി ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് ആണ് ഈ പോയിന്റ്. അതുപോലെ ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ നിന്ന് വരുന്നതാണ് അല്ലേ. സോ എച്ചും ബിയും എച്ച് ഡാഷ് ബി ഡാഷ് എന്നുള്ള പോയിന്റ് ആണ് ഇത്. ഓക്കെ, എച്ച് ഡാഷ് ബി ഡാഷ്. സോ ഇതിങ്ങനെ ഇങ്ങോട്ട് ടിൽറ്റ് ചെയ്യുമ്പോൾ എൻ പോയിന്റ് ഇ ആണെന്ന് മനസ്സിലായി, ഇവിടെ എ ആണെന്ന് മനസ്സിലായി. സോ ഈ പോയിന്റ് ആണ് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ വരുന്ന ഈ പോയിന്റ്. അപ്പൊ എന്താണ് എഫ് ഡാഷ് ഡി ഡാഷ്, ഇത് ജി ഡാഷ് പി ഡാഷ് സി ഡാഷ് ആണ് ഈ പോയിന്റ്. അപ്പൊ അത് ഈ പോയിന്റ്. അതിനുശേഷം ഇതാണ് നിങ്ങൾക്ക് ഇവിടെ വരുന്നത്. ഓക്കെ, സോ അതും നമ്മൾ വരയ്ക്കുന്നു. ഓക്കെ, പോയിന്റ് നമ്മൾ നോട്ട് ചെയ്യുന്നു. സോ വൺസ് ഇതെല്ലാം നോട്ട് ചെയ്തതിന്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യും, അവിടെ നിന്ന് പ്രൊജക്ടേഴ്സ് ഡ്രോപ്പ് ചെയ്യുന്നു. സോ ഫ്രം ദിസ് ഓ ഡാഷ് വിൽ ഡ്രോപ്പ് ദ പ്രൊജക്ടർ. സിമിലർലി ഇ ഡാഷിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുന്നു, എഫ് ഡാഷ് ഡി ഡാഷിൽ നിന്നുള്ള പ്രൊജക്ടർ ഡ്രോപ്പ് ചെയ്യുന്നു, സി ഡാഷ് പി ഡാഷ് ജി ഡാഷ് എന്നുള്ള പ്രൊജക്ടർ ഡ്രോപ്പ് ചെയ്തു. അതുപോലെ ഈ പോയിന്റ് എച്ച് ഡാഷ് ബി ഡാഷ് നിന്ന് ഡ്രോപ്പ് ചെയ്യുന്നു, എ ഡാഷ് നിന്ന് ഡ്രോപ്പ് ചെയ്യുന്നു. ദെൻ കറസ്പോണ്ടിങ് ഇവിടെ നിന്ന് നമ്മൾ എന്താണ് പാരലൽ ലൈൻസ് വരയ്ക്കുന്നത് പ്രൊജക്ടറിന്റെ. രണ്ടും കൂടെ കോമൺ ആയിട്ടുള്ള പോയിന്റിന്റെ വരുന്ന പോയിന്റ് ആണ് നമ്മുടെ കറസ്പോണ്ടിങ് പോയിന്റ്. സോ ഇ ഡാഷിൽ നിന്ന് വരുന്ന ലൈൻ ഇതാണ്, അറ്റ് ദ സെയിം ടൈം ഇയിൽ നിന്ന് വരുന്ന ലൈൻ ഇതാണ്. സോ ദിസ് പോയിന്റ് ആണ് ഈ പോയിന്റ്. സിമിലർലി ഇതാണ് അടുത്ത പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാം. എഫ് ഡാഷിൽ ഡി ഡാഷ് എന്ന് വരുന്ന ലൈൻ ഇതാണ്. അപ്പൊ ഇവിടെ ഡിയിൽ നിന്ന് വരുന്ന ലൈൻ ആണ് ഇതാണ്. സോ ഈ പോയിന്റ് ആയിരിക്കും നിങ്ങളുടെ ഡി. അതുപോലെ എഫ് ഡാഷ് ഡി ഡാഷിനുള്ള ലൈൻ ഇങ്ങോട്ട് താഴേക്ക് വരുന്നു, ഇങ്ങനെ താഴേക്ക് വരുന്നുണ്ടാവും. സെയിം വേ എഫിൽ നിന്ന് വരുന്ന ലൈൻ ഇതാണ്. സോ ഇതാണ് നിങ്ങളുടെ പോയിന്റ്. അങ്ങനെ നമ്മൾ എല്ലാ പോയിന്റും കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ 8 പോയിന്റ്സ് കിട്ടും. വൺസ് 8 പോയിന്റ് കിട്ടി കഴിഞ്ഞാൽ അതിങ്ങനെ കർവായിട്ട് കണക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അതിൽ ഹിഡൻ ആയിട്ട് വരുന്ന ഏതാന്ന് നോക്കുക, എങ്ങോട്ടാണ് ടിൽറ്റ് ചെയ്യുന്നത്, അപ്പോൾ ഏത് സൈഡാണ് കാണാത്തത് നോക്കുക. സോ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം എന്താണ് ഈ അപ്പർ പോർഷൻ ആയിട്ടുള്ള ഈ ഒരു സർഫസ് ആയിരിക്കും കാണുക അല്ലെ, കോണിന്റെ ഈ സർഫസ് ആയിരിക്കും കാണുക. താഴേക്കുള്ള സർഫസ് എന്താണ് വിസിബിൾ ആയിരിക്കില്ല, ഇത് കവർ ചെയ്തതാണ്. സോ നിങ്ങൾക്ക് അറിയാം ഈ പോയിന്റ് ആണ് കവർ ചെയ്യാൻ പോകുന്നത്. സോ ഈ ഹാഫ് ഇവിടെ നോക്കിയാലും അറിയാം എന്താണ് വിസിബിൾ ആവുന്ന ടോപ്പിൽ വരുന്നത് പറഞ്ഞാൽ സി ഡി ഇ എഫ് ജി ആണ് വരിക. അപ്പോൾ സി ബി എ എച്ച് എന്ന് പറയുന്നത് ഹിഡൻ ആയിരിക്കും. സോ അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, കർവിൽ കണക്ട് ചെയ്യുമ്പോൾ ഡാഷ്ഡ് ലൈൻസ് വെച്ച് കണക്ട് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഓ പോയിന്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ യു ക്യാൻ കണക്ട് ലൈക്ക് വൈസ്. സോ ഇതാണ് നിങ്ങളുടെ കറസ്പോണ്ടിങ് ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ. ക്ലിയർ ആണോ? Yes, sir. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അഭിനവ് എസ്? No, sir. ഓക്കെ, സോ നിങ്ങൾ നോട്ടിൽ വരയ്ക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ സൊല്യൂഷൻ പ്രോപ്പറായിട്ട് വരയ്ക്കണം. അതിൻ്റെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നു കഴിഞ്ഞു. ഇനി നിങ്ങൾ ഒന്നുകൂടെ നോക്കിയിട്ട് വരയ്ക്കുമ്പോൾ എന്താണ് ബാക്കിയുള്ള കാര്യങ്ങൾ ക്ലിയർ ആവും. ഓക്കെ, സോ അതാണ് ഇൻക്ലൈൻ ടു വൺ പ്ലെയിനിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ വിൽ സി സം മോർ ക്വസ്റ്റ്യൻസ്. അതുപോലെ അടുത്ത ടോപ്പിക്കിൽ നിന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറയുന്നത്, സോ യു ക്യാൻ സീ ഹിയർ എ ക്വസ്റ്റ്യൻ. സോ സീ ദിസ് ക്വസ്റ്റ്യൻ. A tetrahedron of 40 mm long edges rests on HP on one of its edges such that the face containing that edge is inclined to HP at 30 degree and the same edge is inclined at 45 degree to VP. So draw the projections of the solid. Okay, so ഇവിടെ പറയുന്നത് എന്താണ്, ഒരു സോളിഡിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആ സോളിഡിന്റെ എന്ത് ടൈപ്പ് സോളിഡ് ആണെന്ന് തന്നിട്ടുണ്ട്, അതിന്റെ ഡയമെൻഷൻ. ഒരു ടെട്രാഹെഡ്രൺ ആയതുകൊണ്ട് തന്നെ ഒറ്റ ഡയമെൻഷൻ നമുക്ക് മതി എല്ലാം വരയ്ക്കാൻ. ഓക്കെ, സോ അതും നമുക്ക് തന്നിട്ടുണ്ട്, 40 mm തന്നിട്ടുണ്ട്. ഇനി നോക്കൂ, അതിന്റെ ഓറിയന്റേഷനെ കുറിച്ചാണ് പറയുന്നത്. റെസ്റ്റ് ഓൺ HP ഓൺ വൺ ഓഫ് ഇറ്റ്സ് എഡ്ജസ് സച്ച് ദാറ്റ് ദ ഫേസ് കണ്ടെയ്നിങ് ദാറ്റ് എഡ്ജ് ഈസ് ഇൻക്ലൈൻഡ് ടു HP at 30 degree. Okay, and the same edge is inclined at 45 degree. സോ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് 30 degree to HP എന്ന് പറയുന്ന ഒരു ഇൻക്ലിനേഷൻ ഉണ്ട്, 45 degree to VP എന്ന് പറയുന്ന ഒരു ഇൻക്ലിനേഷൻ ഉണ്ട്. ആൻഡ് പ്രൊജക്ഷൻ ഓഫ് ദ സോളിഡ് വരയ്ക്കാനാണ് പറഞ്ഞത്. സോ ഇപ്പം ഇല്ല എന്താണ് പറയുന്നത്, ആ ഫേസ് കണ്ടെയ്നിങ് ദാറ്റ് എഡ്ജ് 30 ഡിഗ്രി HP ആയിട്ട് മേക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ വരുന്ന എഡ്ജ് 45 ഡിഗ്രി മേക്ക് ചെയ്യുന്നു. അപ്പോൾ ഒരു ഫേസ് 30 ഡിഗ്രി മേക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു എഡ്ജ് 45 ഡിഗ്രി മേക്ക് ചെയ്യുന്നുണ്ട്. സോ ഇൻക്ലിനേഷൻ വിത്ത് VP യും HP ഉള്ളത് കൊണ്ട് തന്നെ ഇതെന്താണ്, ഇതിന് ഒരു ചെറിയ വേരിയേഷൻ വരും. നമ്മൾ വരയ്ക്കുമ്പോൾ എന്താണ്
അഡീഷണൽ ആയിട്ട് ഒരു സെറ്റ് ഓഫ് ഫിഗേഴ്സ് കൂടെ ഉണ്ടാവും. അതായത് ഒരു സെറ്റ് ഓഫ് ഫിഗർ എന്ന് പറയുന്നത് ഇൻക്ലിനേഷൻ ടു എച്ച് പി കാണിക്കാനും അതുപോലെ തന്നെ അടുത്ത സെറ്റ് എന്ന് പറയുന്നത് എന്താണ് ഇൻക്ലിനേഷൻ ടു വി പി കാണിക്കാനുമാണ്. ഓക്കെ, സോ ഇതെങ്ങനെ വരയ്ക്കാൻ നമുക്ക് നോക്കാം. I'll show you. So initially you will draw the XY line and then top view we have to draw. So ഈ കേസിൽ it's mentioned that it is resting on one of its base edge എന്നാണ് പറഞ്ഞത് അല്ലെ, റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് എന്നാണ് പറഞ്ഞത്. സോ അതെന്താണ് കോർണർ രീതിയിൽ വരയ്ക്കരുത്. ഓക്കെ, കോർണർ വരുന്ന രീതിയിൽ വരയ്ക്കരുത്. ഇപ്പൊ എന്താണ് ഈ ഭാഗം വെച്ച് ടിൽറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും, റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് ആണ്, ബിക്കോസ് ദിസ് ഈസ് ആൻ എഡ്ജ് അല്ലേ. കോർണറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് നിങ്ങൾ എന്ത് ചെയ്യണം, ഈക്വലി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള പൊസിഷൻ പോലെ വരയ്ക്കേണ്ടത് അല്ലേ. ഈക്വലി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള പൊസിഷൻ പോലെ നമ്മൾ വരയ്ക്കേണ്ടത് ആ കേസിലായിരിക്കും. പക്ഷെ ഈ കേസിൽ എന്ന് പറയുന്നത് എന്താണ്, ഈ കേസിൽ ഇങ്ങനെയല്ല, പകരം എന്താണ് റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് എഡ്ജ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ കറസ്പോണ്ടിങ് ആയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ വരച്ചു. വി ഹാവ് ഡ്രോൺ ദ ടോപ്പ് വ്യൂ. സോ ഇനി എന്ത് ചെയ്യും, ഫ്രം ടോപ്പ് വ്യൂ യു ക്യാൻ നെയിം ദിസ് ABC, നെയിം ചെയ്യാം. ആഫ്റ്റർ ദാറ്റ് ഡ്രോപ്പ് ദ പ്രൊജക്ടേഴ്സ് ടു XY ലൈൻ. ഓക്കെ, സോ ഡ്രോപ്പിംഗ് പ്രൊജക്ടേഴ്സ് നിങ്ങൾക്ക് എന്താണ് ഇവിടെ, ഇപ്പോൾ സപ്പോസ് ഇഫ് ദിസ് ഈസ് A, നിങ്ങൾക്ക് എന്ത് കിട്ടും, ഇഫ് സപ്പോസ് ദിസ് ഈസ് A, B ആൻഡ് C, കറസ്പോണ്ടിങ് ആയിട്ട് ഈ പോയിന്റ് എന്തായിരിക്കും, എയിൽ നിന്ന് ഡ്രോപ്പ് ചെയ്ത് വരുന്ന സ്ട്രെയിറ്റ് ലൈൻ വരുന്ന പോയിന്റ് ആയിരിക്കും A', ഈ ലൈനിൽ നിന്ന് വരുന്ന പോയിന്റ് ആയിരിക്കും B', C'. അതിനുശേഷം യു ആർ ഗീവൺ വിത്ത് ദ ടെട്രഹെഡ്രോൺ ആയതുകൊണ്ട് ഹൈറ്റും നിങ്ങൾക്ക് എന്താണ് അവിടെ തന്നിട്ടുണ്ട്, 40 തന്നെ തന്നിട്ടുണ്ട്. യു ക്യാൻ ഡ്രോ ലൈക്ക് വൈസ് ആൻഡ് ഗെറ്റ് ദ കറസ്പോണ്ടിങ് ഫിഗർ. ഓക്കെ, BC കൂടെ കണക്ട് ചെയ്യുക. സോ ദാറ്റ്സ് ഹൗ യു ആർ ഗോയിങ് ടു ഗെറ്റ് ദ കറസ്പോണ്ടിങ് ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ. അത് സിമ്പിൾ പൊസിഷനാണ് നമ്മൾ വരച്ചത്. അതേപോലെ തന്നെ എന്താണ് നമുക്ക് വരയ്ക്കാനുള്ളത്, അതിൻ്റെ ഇൻക്ലിനേഷൻസ്. സോ HP ആയിട്ടുള്ള ഇൻക്ലിനേഷൻ ആണ് ആദ്യം കൊടുക്കുന്നതെങ്കിൽ ഫോളോയിങ് ദാറ്റ് എന്ത് വരും, VP ആയിട്ടുള്ള ഇൻക്ലിനേഷൻ വെച്ചും കൂടെ വരയ്ക്കണം. ഓക്കെ, അല്ലെങ്കിൽ either എന്താണ് നിങ്ങൾക്ക് രണ്ട് തരത്തിൽ അപ്രോച്ച് ചെയ്യാം. ആദ്യം VP-യിലുള്ള വരയ്ക്കാം, എന്നിട്ട് HP-യിലുള്ള കടക്കാം. ദാറ്റ്സ് നോട്ട് ആൻ ഇഷ്യൂ. ഫൈനൽ വ്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഓക്കെ, സോ യു വിൽ ഡ്രോ ദ XY and then we will draw the top view. So resting on one of its bases എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനെ വെക്കുന്നതായിരിക്കും നമുക്ക് കുറച്ചുകൂടി എളുപ്പം. ഓക്കെ, ഇങ്ങനെ വെച്ച് നമ്മൾ വരച്ചു. അതിനുശേഷം എന്താണ്, വി കണക്റ്റഡ് ദിസ് പോയിന്റ്സ്, സെൻറ്ററിലോട്ട് വരുന്ന പോയിന്റ് ആണ് നമ്മുടെ എന്താണ് ആക്സിസ് വരുന്ന ലൈനിന്റെ പോയിന്റ്സ് ആണ് അല്ലേ. സോ ഇതെന്താണ് OP എന്ന് കൊടുക്കുകയാണെങ്കിൽ O ബോട്ടം പോയിന്റിലും P എന്ന് പറയുന്നത് ടോപ്പ് പോയിന്റിലും. ഓക്കെ, സോ അത് നമ്മൾ വരയ്ക്കുന്നു. സോ യു ക്യാൻ സി ABCD എന്നിങ്ങനെയാണ് നെയിം ചെയ്തത്. ഓക്കെ, സോ അവിടെ എന്താണ് 40 ഇറ്റ്സ് ഗീവൺ. ദെൻ വി വിൽ ഡ്രോപ്പ് ദ പ്രൊജക്ടേഴ്സ്. സോ ഫ്രം യു വിൽ ഡ്രോപ്പ് എ പ്രൊജക്ടർ ടു XY. സിമിലർലി ഫ്രം B ആസ് വെൽ എസ് C. ബിയിൽ C എന്നുള്ള ഒറ്റ പോയിന്റിലേക്കാണ് പോകുന്നത്. സോ ദിസ് പോയിന്റ് വിൽ ബി യുവർ B', C' ആൻഡ് ദിസ് പോയിന്റ് വിൽ ബി യുവർ A'. ഓക്കെ, അതുപോലെ തന്നെ ആക്സിസ് നിങ്ങൾക്ക് അറിയാം. സോ ആക്സിസ് എന്നുള്ള പ്രൊജക്ടർ ഡ്രോപ്പ് ചെയ്യുക ആൻഡ് 40 mm ഇങ്ങോട്ട് എടുക്കുക ആൻഡ് ദെൻ പോയിന്റ് D'. ഓക്കെ, D'. അപ്പോൾ ഇതെന്താണ് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് നെയിം വേണോ ഇവിടെ കൊടുക്കാം. ഇവിടെ നിന്ന് യൂസ് ചെയ്യാത്ത ഒരു ലെറ്റർ വെച്ചിട്ട് നെയിം കൊടുക്കാം. ഓക്കെ, സോ അത് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ എന്താണ്, സോ A to D', D to B', A to B' കണക്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ ഫ്രണ്ട് വ്യൂ ഫോർ ദാറ്റ് ടെട്രാഹെഡ്രോൺ. ഓക്കെ, നൗ നമുക്ക് പറഞ്ഞ കണ്ടീഷനിലേക്ക് കിടക്കാം. പറഞ്ഞ കണ്ടീഷനിൽ എന്തൊക്കെയാണ് പറഞ്ഞത്, ദർ ഇസ് ആൻ ഇൻക്ലിനേഷൻ വിത്ത് HP as well as there is an inclination with VP. ഏതിനാണെന്ന് കൂടെ നോക്കണം കേട്ടോ. എഡ്ജസ് the face such that the face containing that edge is inclined to HP at 30 degree. അതായത് ആ ഒരു ഫേസ് എഡ്ജ് കണ്ടെയ്ൻ ചെയ്യുന്ന എന്താണ്, ആ ഫേസ് കണ്ടെയ്നിങ് ദാറ്റ് എഡ്ജ് ഈസ് ഇൻക്ലൈൻ ടു HP എന്നാണ് പറയുന്നത്. സോ അത് എത്രയാണ് പർട്ടിക്കുലർ ഡിഗ്രി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആൻഡ് ദ സെയിം എഡ്ജ് ഈസ് ഇൻക്ലൈൻഡ് 45 degree to VP. ഓക്കെ, സോ ഒന്നിൽ പറയുന്നത് എന്താണ്, ഫേസ് ആണ് ഇൻക്ലിനേഷൻ സംഭവിച്ചത്, മറ്റെന്താണ് അതിൻ്റെ തന്നെ ഒരു എഡ്ജിനാണ് ഇൻക്ലിനേഷൻ സംഭവിച്ചത്. സോ ഇൻക്ലിനേഷൻ വിത്ത് HP നമ്മൾ എപ്പോഴും ഫ്രണ്ട് വ്യൂവിൽ കാണിക്കുന്നു. ഇൻക്ലിനേഷൻ വിത്ത് ടോപ്പ് വ്യൂ എപ്പോഴും നമ്മൾ എന്താണ് VP-യിലാണ് ആംഗിൾ കാണിക്കുന്നത്. ഓക്കെ, XY വരച്ചു, ടോപ്പ് വ്യൂ വരച്ചു, പ്രൊജക്ട് ചെയ്തു. നിങ്ങൾക്ക് ഫസ്റ്റ് സെറ്റ് ഓഫ് വ്യൂ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇനി നമ്മൾ സെക്കൻഡ് സെറ്റിലേക്ക് കടക്കണം. ഓക്കെ, സെക്കൻഡ് സെറ്റിലേക്ക് കടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ either നിങ്ങൾക്ക് എന്താണ് ഇൻക്ലിനേഷൻ വിത്ത് HP വരയ്ക്കാം, അല്ലെങ്കിൽ ഇൻക്ലിനേഷൻ വിത്ത് VP വരയ്ക്കാം. ഓക്കെ, സോ നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുന്നു, സപ്പോസ് യു ആർ സ്റ്റാർട്ടിങ് വിത്ത് ദ ഫസ്റ്റ് ഇൻക്ലിനേഷൻ വിത്ത് HP. സോ B', D' എന്നുള്ള C' എന്നുള്ള പോയിന്റ് നിങ്ങൾ മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം എന്താണ് നിങ്ങൾ
ഡി ഡാഷ് പോയിന്റ് മാർക്ക് ചെയ്യുന്നു, എ ഡാഷും മാർക്ക് ചെയ്യുന്നു. ഓക്കെ, സോ ഈ കേസിൽ എന്താണ്, ഈ കേസിൽ നമ്മളോട് പറയുന്നുണ്ട്, ചോദ്യത്തിൽ പറയുന്നത് ശ്രദ്ധിക്കുക, എന്താ പറയുന്നത്, a tetrahedron of 40 mm long edges rests on HP on one of its base edges such that the face containing that edge is inclined to HP at 30 degree. So ഈ കേസിൽ നോക്കൂ, ഈ കേസിൽ ഏതാണ് ആ ഫേസ് വരുന്നത്, ഫേസ് എന്ന് പറയുന്നത് ബി സി ഡി എന്ന് പറയുന്ന ട്രയാങ്കിൾ ആണ്. ഓക്കെ, സോ ബി സി ഡി എന്ന് പറയുന്ന ട്രയാങ്കിൾ ഇറ്റ്സ് റെസ്റ്റിംഗ് ഓൺ എവിടെ, ഇറ്റ്സ് റെസ്റ്റിംഗ് ഓൺ നമ്മൾ എന്താണ് 30 ഡിഗ്രി ആംഗിൾ ആണ് മേക്ക് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ് വൈയിൽ. Then what we will do, same procedure, we will drop the projectors from each and every corner. So A dash നിന്ന് ഡ്രോപ്പ് ചെയ്യുന്നു, B1 C1 നിന്ന് D1 dash നിന്ന് ഡ്രോപ്പ് ചെയ്യുന്നു, അങ്ങനെ എല്ലാത്തിൽ നിന്നും ഡ്രോപ്പ് ചെയ്തെടുക്കുന്നു. ആൻഡ് we are going to get the corresponding view. ഓക്കെ, സോ എന്താണ് ഇവിടെ നിന്ന് നമുക്ക് പ്രൊജക്ടർ വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു വിൽ ബി ഏബിൾ ടു പിൻ പോയിന്റ് ദ പോയിന്റ്സ്. സോ വൺസ് യു ഗെറ്റ് ദ പോയിന്റ്സ്, നോക്കൂ ഇവിടെ A1 അതുപോലെ തന്നെ C1 D1 B1 എന്നുള്ള എല്ലാ പോയിന്റ്സും കിട്ടിക്കഴിഞ്ഞു. അതിനുശേഷം ഹിഡൻ ആയത് നമ്മൾ എന്ത് ചെയ്യും, മാർക്ക് ചെയ്ത് കാണിക്കും. ഓക്കെ, സോ ഹിഡൻ ആയ പോയിന്റ്സ് നമുക്ക് എന്ത് ചെയ്യണം, മാർക്ക് ചെയ്തിട്ട് കാണിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, സോ ഹിഡൻ ആയ പോയിന്റ്സും വൺസ് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നെക്സ്റ്റ് സെറ്റിലേക്ക് കടക്കാം. സോ ഇൻക്ലിനേഷൻ ഓഫ് എന്താണ് ദാറ്റ് എഡ്ജ് അല്ലെ, ആ എഡ്ജിന് തന്നെ ഒരു ഇൻക്ലിനേഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അത് എത്രയാണ്, 45 എന്നാണ് തന്നിരിക്കുന്നത്. സോ 45 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു, ആ ലൈനിൽ നിങ്ങൾ ആ എഡ്ജിനെ കൊണ്ടുവരുന്നു അല്ലേ. ഇപ്പം എന്താണ് ഏതാണ് അതിനെ കുറിച്ച് പറഞ്ഞത്, ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഡ്ജ് തന്നെ കൊണ്ടുവരുന്നു, അതിനെ വെച്ചിട്ട് വരയ്ക്കുന്നു. സോ ആ ഡിസ്റ്റൻസ് A2 D2 നമ്മൾ വരയ്ക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യും, നമ്മൾ പർട്ടിക്കുലർ ആയിട്ടുള്ള ഹിഡൻ ആയിട്ടുള്ളത് കാണിച്ചു കൊടുത്തുകൊണ്ട് പ്രൊജക്ടേഴ്സ് ഡ്രോപ്പ് ചെയ്യുന്നു. ഓക്കെ, പ്രൊജക്ടേഴ്സ് ഡ്രോപ്പ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും, സോ യു വിൽ ഗെറ്റ് ദ കറസ്പോണ്ടിങ് ലെറ്റേഴ്സ്. സോ B2 നിന്നുള്ള പോയിന്റ് അത് വരച്ചു, അതുപോലെ തന്നെ B1 നിന്നുള്ള ലൈൻ വരുന്ന പോയിന്റ്. സോ ആ കറസ്പോണ്ടിങ് സെറ്റപ്പ് ആ പോയിന്റ് ആണ് B2 ഡാഷ്. അതുപോലെ തന്നെ C2 നിന്നുള്ള വരുന്നത്, അതുപോലെ തന്നെ സിയിൽ നിന്ന് ഇവിടെ നിന്ന് വരുന്നത്, അത് രണ്ടും മീറ്റ് ചെയ്യുന്ന പോയിന്റ് D2 എന്ന് വരുന്നതും D എന്ന് വരുന്നതും, അങ്ങനെ എല്ലാം വരച്ചു കഴിയുമ്പോൾ യു ആർ ഗോയിങ് ടു ഗെറ്റ് ദിസ് 4 points. So once 4 points കിട്ടിക്കഴിഞ്ഞാൽ we have to connect this. So at the time of connection നമ്മൾ മനസ്സിലാക്കുക, away from the observer ആണെങ്കിൽ it's going to be hidden, nearer to the observer ആണെങ്കിൽ it is going to be visible. Okay, so based on that we'll be able to draw this corresponding view. ഓക്കെ, ഇതതിൻ്റെ സോളിഡ് ആയിട്ടുള്ള കളർ ഫില്ല് ചെയ്ത രൂപമാണ്. സോ നിങ്ങൾ വരയ്ക്കുമ്പോൾ എന്തായിരിക്കും, ഇങ്ങനെ ഒരു രൂപമായിരിക്കും നിങ്ങൾ വരച്ചെടുക്കുക. സോ ഇനീഷ്യലി സ്റ്റാർട്ടിങ് ഫ്രം സിമ്പിൾ പൊസിഷൻ, ഗിവിംഗ് ദ ഇൻക്ലിനേഷൻ 1 at a time and then the final inclination which is required. Okay, so ഇതൊക്കെ പറയുന്ന കണ്ടീഷൻ അനുസരിച്ച് വേണം കൊടുക്കാൻ. സപ്പോസ് ഇറ്റ് ഈസ് മെൻഷനിങ് ദാറ്റ് ദ സ്ലാൻഡ് എഡ്ജ് ഈസ് ഇൻക്ലൈൻഡ് എന്ന് പറഞ്ഞാൽ ബേസ് എഡ്ജിൽ കൊണ്ട് കൊടുക്കരുത്. സ്ലാൻഡ് എഡ്ജ് എന്ന് പറഞ്ഞാൽ ചേരുവുള്ള സർഫസ് ഏരിയയിൽ വരുന്നതാണ്. സോ അതിനാണ് പറഞ്ഞെങ്കിൽ അത് ആ ഇൻക്ലിനേഷൻ അതിന് കൊടുക്കുക. അല്ല നിങ്ങളോട് പറയേണ്ടത് ബേസ് എഡ്ജിനാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ബേസ് എഡ്ജിന് കൊടുക്കുക. അപ്പോൾ ഈ ഓരോ ക്വസ്റ്റിനും നോക്കി കഴിഞ്ഞാൽ ഏതിനാണ് പറഞ്ഞത് അതിനാണ് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, സോ ദാറ്റ്സ് ഹൗ യു ആർ ഗോയിങ് ടു ഡ്രോ ദ ഇൻക്ലിനേഷൻ ഫോർ ബോത്ത് പ്ലെയിൻസ്. ക്ലിയർ ആണോ? ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? പറഞ്ഞ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? പറയൂ ആദിത്യൻ. ക്ലിയർ ആണ് സാർ. ആദിത്യൻ. സാർ ക്ലിയർ ആണ് സാർ. ഓക്കെ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ ക്വസ്റ്റ്യനിൽ? തേർഡ് സെറ്റ് ഒന്നും കൂടി പറയാൻ പറ്റുമോ സാർ? തേർഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ 2 ഇൻക്ലിനേഷൻ പറഞ്ഞപ്പോൾ ആദ്യത്തെ ഇൻക്ലിനേഷൻ 1 കൊണ്ടുവന്നു, അതിനുശേഷം അതിനെ നമ്മൾ ടേൺ ചെയ്യുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ അതിന് പറഞ്ഞ ടേണിങ് ഏതിലാണ്, വിത്ത് റെസ്പെക്ട് VP ആണ് പറഞ്ഞത്. സോ VPയോട് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ടോപ്പ് വ്യൂവിലാണ് അതിന്റെ ഇൻക്ലിനേഷൻ കൊണ്ടുവരുന്നത്. ഓക്കെ, ഇൻക്ലിനേഷൻ കൊണ്ടുവരുന്നത്. സോ ആ ഇൻക്ലിനേഷൻ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും, 45 ഡിഗ്രി. അതെവിടെയാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അത് കറസ്പോണ്ടിങ് ആയിട്ട് ആ ഏരിയ തന്നെ കൊടുത്തിട്ട് ഇൻക്ലിനേഷൻ കൊടുത്തിട്ട് നമ്മൾ ഇതിനെ റീക്രിയേറ്റ് ചെയ്യുന്നു. സോ ഈ കേസിൽ നമ്മൾ പറഞ്ഞു 30 ഡിഗ്രി ചരിച്ചിട്ട് ഇതിനെ ഇങ്ങോട്ട് റീക്രിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. സിമിലർലി ഈ കേസിൽ എന്താണ് 45 ഡിഗ്രി മാറ്റി വരയ്ക്കുന്നത് ഈ ഡിസ്റ്റൻസുകളാണ് എടുക്കേണ്ടത്. സോ എന്താണ് C1 നിന്ന് D1ലേക്കുള്ള ഡിസ്റ്റൻസ് അതായിരിക്കും ഇത്. അതുപോലെ A1 നിന്ന് D1ലേക്കുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും ഇത്. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ഈ കേസിലുള്ള നിന്ന് ഈ ആംഗിൾ മാറി. ഇവിടെ എത്രയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ആ ആംഗിളിൽ ഇതിനെ കോപ്പി ചെയ്ത് വരയ്ക്കുന്നു. ഈ ഇത്രയും ഫിഗറിനെ ഇങ്ങോട്ട് കോപ്പി ചെയ്ത് വരയ്ക്കുന്നു. ഒറ്റ കണ്ടീഷൻ 45 ഡിഗ്രി ഇൻക്ലൈൻഡ്.
അപ്പോൾ C1 D1 ഇങ്ങോട്ട് കൊണ്ടുവന്നു, A2 C2 A2 എന്ന് പറയുന്നത് C1 A1 ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കും. അതുപോലെ A1 B1 A2 B2, അപ്പോൾ B2 D2 B1 D1. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വരയ്ക്കുന്നു. അതിനുശേഷം 45 ഡിഗ്രിയിൽ ഈ സോളിഡ് വരച്ചതിന് ശേഷം അതിൻ്റെ ഇതെന്താണ്, അത് അതിൻ്റെ ടോപ്പ് വ്യൂ ആണ് അല്ലേ. സോ അതുപോലെ നമുക്ക് ഫ്രണ്ട് വ്യൂവും ആവശ്യമായിട്ട് വരും. സോ ഫ്രണ്ട് വ്യൂ വരയ്ക്കണം. എങ്ങനെ വരയ്ക്കും? ഇവിടെ നിന്ന് ഓരോന്നിന്നും ഡ്രോപ്പ് ചെയ്യുക. ഓക്കെ, B2 നിന്ന് ഡ്രോപ്പ് ചെയ്യുക, D2 നിന്ന് ഡ്രോപ്പ് ചെയ്യുക, C2 നിന്ന് A2 നിന്നൊക്കെ ഡ്രോപ്പ് ചെയ്യുക. സിമിലർലി ആ കറസ്പോണ്ടിങ് അതിൻ്റെ അടുത്തുള്ള ഫ്രണ്ട് വ്യൂവിൽ നിന്നും ഡ്രോപ്പ് ചെയ്യുക. സോ നിങ്ങൾക്ക് എന്താണ് ഓരോ പോയിന്റ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ A1 വരുന്ന ഈ ലൈനിലും ഇവിടെ A2 വരുന്ന ഈ ലൈനും കൂടെ ചേർന്ന ലൈനാണ് A2 ഡാഷ്. 2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സെറ്റ് ചെയ്ത് വരുന്നതുകൊണ്ടാണ്. സിമ്പിൾ പൊസിഷൻ ഫസ്റ്റ് സെറ്റ് സെക്കൻഡ് സെറ്റ്. അതുപോലെ ഡാഷ് വരുന്നത് ഫ്രണ്ട് വ്യൂ ആയതുകൊണ്ടും താഴെ അതില്ലാത്തത് ടോപ്പ് വ്യൂ ആയതുകൊണ്ടാണ്. സോ സിമിലർലി ഇപ്പം നിങ്ങൾ എന്ത് ചെയ്തു? പോയിന്റ്സ് കണ്ടുപിടിക്കാൻ തുടങ്ങി. A2 നിന്നും ഇവിടെ A1 നിന്നും വരുന്ന പോയിന്റാണ് A2. D2 നിന്നും ഇവിടെ D നിന്നും വരുന്നതാണ് D2. ബിയും സിയും കണ്ടോ, ഒറ്റ ലൈനിലാണ്. അപ്പോൾ ബിയിൽ നിന്ന് വരുന്നത് ഇവിടെ, സിയിൽ നിന്ന് വരുന്നത് ഇവിടെ. സോ ഇങ്ങനെയാണ് നിങ്ങളുടെ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ വരാൻ പോകുന്നത്. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ഓരോ പാർട്ടായിട്ട് വരയ്ക്കുക. സിമ്പിൾ പൊസിഷൻ ഇതിന് 3നും മാർക്ക് ഉണ്ട്. ഓക്കെ, സോ പ്രോപ്പറായിട്ട് നിങ്ങൾ ഈ വ്യൂ വരച്ച് കഴിഞ്ഞാൽ സപ്പോസ് 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇതിന് ചിലപ്പോൾ 5 മാർക്ക് ആയിരിക്കും. ഇതിനെന്താണ്, ഇതിന് ചിലപ്പോൾ മാർക്ക് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് 7, 8 എന്നുള്ള രീതിയിൽ കൊടുക്കാം. നീറ്റ്നെസ്സിന് ഒരു 2 മാർക്ക് എന്നുള്ള രീതിയിൽ കൊടുക്കാം. അങ്ങനെയായിരിക്കും വാല്യുവേഷൻ വരുന്നത്. ഓക്കെ, സോ നിങ്ങൾ വരയ്ക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? സിമ്പിൾ പൊസിഷൻ തെറ്റിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. സിമ്പിൾ പൊസിഷൻ മാറ്റി വരച്ച് കഴിഞ്ഞാൽ എൻ്റെ ആൻസറും ചേഞ്ച് ആവും. അപ്പോൾ എന്തായിരിക്കും? ഔട്ട് ഓഫ് 10 ആയിരിക്കും വാല്യൂ ചെയ്യുക. അല്ല 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പ്രോപ്പറായിട്ട് വരച്ചെന്നുണ്ടെങ്കിൽ ഇതിന് 5 മാർക്ക് ഉണ്ടായിരിക്കും, ഇതിന് എന്താണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു മാർക്ക് ഉണ്ടായിരിക്കും. നീറ്റ്നെസ്സിനും ഡയമെൻഷനിങ്ങൊക്കെയും 1 or 2 മാർക്സും ഉണ്ടാവുമായിരിക്കും. സോ അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, സോ ഇൻക്ലൈൻഡ് ബോത്ത് പ്ലെയിൻസിന്റെ ക്വസ്റ്റ്യൻസും കൂടെയാണ് നമുക്കുള്ളത്. അത് തന്നെ അപ്പാരന്റ് ആംഗിൾ എടുക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ വരുന്നുണ്ട്. സോ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സിൽ വരുമ്പോൾ, സോ ഇപ്പം എന്താണ് പറഞ്ഞത്? ഇപ്പം തിരിച്ചത് എന്താണ്? ഈ ഒരു ഫേസ് ആണ് അല്ലെ, BCD എന്ന് പറഞ്ഞ ഫേസ് ആണ് ഇവിടെ 30 ഡിഗ്രി തിരിച്ചത്. വേറെ ഈ കേസിൽ വന്നപ്പോൾ A2 D2 ആണ് 45 ഡിഗ്രി തിരിച്ചത്. ഓക്കെ, രണ്ട് ടൈപ്പ് ഓഫ് എന്താണ്, രണ്ട് ഡയമെൻഷൻസ് വരുന്ന രണ്ട് സ്ഥലങ്ങളെയാണ് നമ്മളിപ്പോൾ ഇൻക്ലൈൻ ആക്കിയത്. അങ്ങനെ കേസിൽ ഇത് ഡയറക്റ്റ് വരച്ചാൽ മതി. സപ്പോസ് ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, ദ ആക്സിസ് ഈസ് ഇൻക്ലൈൻ 45 ഡിഗ്രി ടു HP. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ആക്സിസ് 45 ഡിഗ്രി എടുത്ത് വരയ്ക്കും. എന്നിട്ട് പറയും ദ സെയിം ആക്സിസ് ഈസ് ഇൻക്ലൈൻഡ് 25 ഡിഗ്രി ടു VP എന്നും കൂടെ പറഞ്ഞു. അപ്പോൾ എന്താണ്, ആക്സിസ് ആദ്യം ഇങ്ങോട്ട് ചെരിഞ്ഞു, പിന്നെ ഇങ്ങോട്ട് ചെരിയണം. അപ്പോൾ ആ സമയത്ത് എന്താണ്, നമ്മൾ ഇൻക്ലൈൻഡ് ലൈനിൻ്റെ കുറച്ച് കൺസെപ്റ്റ് യൂസ് ചെയ്യണം. ഓക്കെ, ഇൻക്ലൈൻ ലൈനിൻ്റെ കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് വരയ്ക്കാം. സോ ഇങ്ങനെ വരയ്ക്കുന്ന എപ്പോഴും എന്തായിരിക്കും? ഒന്നെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ ആംഗിൾ ആയിരിക്കും. അതുപോലെ രണ്ടാമത്തെന്ന് പറയുന്നത് വേറൊരു ഇതിൻ്റെ ആയിരിക്കും. ഇതിപ്പോൾ BCD എന്ന് പറയുന്ന ട്രയാങ്കിളിനാണെങ്കിൽ ഇതെന്താണ്, A2 D2 എന്ന് പറയുന്ന എഡ്ജിനാണ്. സോ അങ്ങനെ നോക്കിയിട്ട് ഓരോന്നിനാണ് പറയുന്നതെങ്കിൽ എന്താണ് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്ക് നേരിട്ടെടുക്കാം. അല്ല ഒരേ സാധനത്തിന് തന്നെ രണ്ട് ആംഗിൾ പറയുന്നു. ഓക്കെ, ആക്സിസ് ഇസ് ഇൻക്ലൈൻഡ് 35 ഡിഗ്രി ടു HP ആസ് വെൽ ആസ് ഇറ്റ് ഈസ് ഇൻക്ലൈൻഡ് 40 ഡിഗ്രി ടു VP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈൻ ഇൻക്ലൈൻഡ് ബോത്ത് പ്ലെയിൻസിൽ എടുക്കുന്ന പോലത്തുള്ള കണ്ടീഷൻസും കാര്യങ്ങളും കുറച്ചെടുക്കേണ്ടി വരും. ഓക്കെ, സോ ഇവിടെ നോക്കാം, റെഗുലർ പെന്റാഗണൽ പ്രിസം. സോ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. എന്നിട്ട് എന്താണ് അതിന്റെ ഡയഗ്രാം വരയ്ക്കാനായിട്ടൊന്ന് ശ്രമിച്ചോളൂ. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. either സ്ക്രീൻഷോട്ട് എടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, യു കൻ നോട്ട് ഇറ്റ് ഡൗൺ. ഒന്ന് നോട്ട് ചെയ്തൊന്ന് പറയണേ. നോട്ട് ചെയ്തോ? നോട്ട് ചെയ്താണോ? അമൽകൃഷ്ണൻ? യെസ് സർ, നോട്ട് ചെയ്തു. ഓക്കെ, അമൽകൃഷ്ണൻ? നോട്ട് ചെയ്തു സാർ. ഓക്കെ, ഓക്കെ.
സോ ഈ ഞാൻ ഷെയർ ചെയ്യുന്ന സ്ലൈഡ്സ് നിങ്ങൾ ഇതുപോലെ സ്ലൈഡ് ഷോയിൽ തന്നെ കാണുകയാണെങ്കിൽ ഈ ഓരോ ആനിമേഷനും എവിടെയാണ് വരയ്ക്കുന്നത് എന്നുള്ള കൃത്യമായിട്ട് കാണാൻ പറ്റും കേട്ടോ. സോ അങ്ങനെ സ്ലൈഡ് ഷോയിൽ തന്നെ കാണുന്നത് അതാണ് പറയുന്നത്. സോ യു സി വൺ അനദർ പ്രോബ്ലം. ഇവിടെ നോക്കൂ. A regular pentagonal prism of 25 mm long, edges and axis 70 mm long, rests on HP on one of its corner of the base. Okay, one of its corner ആണ് പറഞ്ഞത്. The slant edge passing through the corner makes 45 degree with HP എന്ന് പറയുന്നുണ്ട്, and the side opposite to the same corner makes 30 degree with VP എന്ന് പറയുന്നുണ്ട്. So draw its projection. ഓക്കെ, രണ്ട് തരത്തിലുള്ള ഇൻക്ലിനേഷൻ പറയുന്നത് നിങ്ങളോട് സോളിഡ് പറഞ്ഞു തന്നിട്ട് അല്ലെ. റെഗുലർ പെൻഡഗൺ പ്രിസം എന്നും പറയുന്നുണ്ട് ഓഫ് 25 mm ലോങ്, ഓക്കെ, ആൻഡ് 70 mm ആക്സിസ്, റെസ്റ്റ് ഓൺ HP ഓൺ വൺ ഓഫ് ഇറ്റ്സ് കോർണർ എന്നാണ് പറഞ്ഞത്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അതിനുശേഷം ആക്സിസിന്റെ ഇൻക്ലിനേഷൻ കാര്യങ്ങളാണ് പറയുന്നത്. സ്ലാൻഡ് എഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ചെരിഞ്ഞ പദത്തിലൂടെ വരുന്ന എഡ്ജ് എന്താണ്? പാസിംഗ് ത്രൂ ദ കോർണർ മേക്സ് 45 degree with HP and the side opposite to the same corner, okay, and makes an angle 30 degree with VP. So രണ്ട് എൻറ്റിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. സോ നമ്മൾ എന്താണ് അപ്പാരന്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് അടിച്ചു പോകാം. സോ റോയ്സ് പ്രൊജക്ഷൻസ് ആണ് പറയുന്നത്. ഓക്കെ, മറന്നു പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ആയിട്ട് പോയിന്റ് എഡ്ജ് അങ്ങനെ വരുന്ന രീതിയിലാണ് വരയ്ക്കുക അല്ലേ. കാരണം എങ്കിൽ മാത്രം എന്താണ് ഇൻക്ലിനേഷൻ കൊണ്ടുവരുന്ന സമയത്ത് ഈ പോയിന്റിൽ റെസ്റ്റ് ചെയ്യുള്ളൂ, ഒറ്റ പോയിന്റിൽ. അല്ലെങ്കിൽ എന്ത് പറ്റും? റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് ബേസ് എഡ്ജ് ആയിരുന്നെങ്കിലാണ് ഈ ലൈനിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഇനീഷ്യലി നമ്മൾ ടോപ്പ് വ്യൂ വരയ്ക്കുന്നു, ദെൻ നെയിം ചെയ്യുന്നു അല്ലേ. വിൽ നെയിം ഇറ്റ് സൈക്കിളോ എന്താണ് ഒരു ക്ലോക്ക് വൈസ് ഓർഡറിലോ ആന്റി ക്ലോക്ക് വൈസ് ഓർഡറിലോ വിൽ നെയിം ഇറ്റ്. ഒരു സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. സിമിലർലി ABCDE എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കുന്നു. അതിന് തന്നെ എന്താണ്, സോ ടോപ്പിലുള്ളതിന് നമുക്ക് എന്താണ് ഒന്നുകിൽ നമ്പർ ചെയ്യാം അല്ലെങ്കിൽ അനദർ സെറ്റ് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇവിടെ എന്താണ് ABCD എന്ന് കൊടുത്തതുപോലെ തന്നെ 1 2 3 4 5 എന്ന് കൊടുത്തിരിക്കുന്നു. ഓക്കെ, ദെൻ we will drop the projectors. So each and every point നിന്ന് XYയിലേക്ക് നമ്മൾ പ്രൊജക്ടേഴ്സ് ഡ്രോപ്പ് ചെയ്യുന്നു. ഓക്കെ, പ്രൊജക്ടേഴ്സ് ഡ്രോപ്പ് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ആ പോയിന്റ്സ് കറസ്പോണ്ടിങ് പോയിന്റ്സ് നമ്മൾ നോട്ട് ചെയ്യുന്നു. ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു സെറ്റ് ഓഫ് ഫിഗർ ആണ് ഇവിടെ. താഴത്തെ സെറ്റ് ആണെങ്കിൽ ഇവിടെ വന്നു കറസ്പോണ്ടിങ്. അപ്പോൾ 1 2 3 4 5 എവിടെ വരും? ആക്സിസ് ലെങ്ത് കഴിഞ്ഞിട്ട് മുകളിലായിരിക്കും ആ സെറ്റ് ഓഫ് പോയിന്റ്സ് വരുന്നത്. സോ ആക്സിസ് ലെങ്ത് നിങ്ങൾക്ക് തന്നതുകൊണ്ട് തന്നെ യു വിൽ ബി ഏബിൾ ടു കൺസ്ട്രക്ട് ദിസ്. ഓക്കെ, സോ ഈ മിഡിൽ പോയിന്റിൽ നിന്ന് വരുന്ന ഈ ലൈനാണ് ആക്സിസ് ലൈൻ വരുന്നത് അല്ലെ. അതുപോലെ ഈ C3 എന്ന് പറയുന്നത് വിസിബിൾ ആയതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഡാർക്ക് ലൈൻ ആയിട്ട് വരച്ചത്. ഓക്കെ, സോ AB എന്ന് പറയുന്ന കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ വരും. ഓക്കെ, A1 എന്ന് പറയുന്നതും B2 എന്ന് പറയുന്നത് എന്താണ് ഒരേ ലൈനിലായിരിക്കും വരുന്നത് ഫ്രണ്ട് വ്യൂവിൽ കാണുമ്പോൾ. സോ ഇതായിരിക്കും നിങ്ങളുടെ കറസ്പോണ്ടിങ് സിമ്പിൾ വ്യൂ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ഇൻക്ലിനേഷൻസ് ആയിട്ട് കൊടുക്കണം. ഓക്കെ, സോ ആദ്യം പറയുന്ന ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് എത്രയായിരുന്നു? സ്ലാൻഡ് എഡ്ജ് പാസിംഗ് ത്രൂ ദ കോർണർ മേക്സ് ആൻ ആംഗിൾ 45 degree with HP എന്നാണ് പറയുന്നത്. ഓക്കെ, സോ സ്ലാൻഡ് എഡ്ജ് പാസിംഗ് ത്രൂ ദ കോർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ എഡ്ജിനെ കുറിച്ചാണ് പറയുന്നത്. സോ ഈ എഡ്ജ് എന്താണ്? മേക്കിംഗ് ആംഗിൾ ആണ് 45 degree വേണ്ടത്. ഓക്കെ, സോ നിങ്ങൾക്ക് അത് 45 degree എടുത്തിട്ട് നിങ്ങൾക്ക് വരയ്ക്കാം. ഈ കേസിൽ നോക്കൂ, ഇത് ഏതിലാണ്? ആക്സിസിലാണ് നമ്മൾ 45 degree എടുത്തത്. കാരണം എന്താണ്? ഈ സ്ലാൻഡ് എഡ്ജ് എന്ന് പറയുന്നതും ഇതും എന്താണ്? പാരലൽ ആണ്. സോ ഇപ്പൊ ആക്സിസ് 45 degree തിരിച്ചാലും അത് ഈ കറസ്പോണ്ടിങ് ആയിട്ട് ആ ഒരു ഇൻക്ലിനേഷൻ ഇവിടെ നിങ്ങൾ മെഷർ ചെയ്താലും 45 ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം. നിങ്ങൾ എന്താണ് ആദ്യം ഇവിടുന്ന് 45 degree എടുത്തിട്ട് ഈ ലൈൻ വരച്ചതിന് ശേഷം ഇങ്ങോട്ട് കൺസ്ട്രക്ട് ചെയ്ത് പോയാൽ മതി. ഓക്കെ, അതും ശരിയാണ്. അല്ലെങ്കിൽ ഒരു ലെങ്ത് എടുത്തിട്ട് അതിനെ ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ഇങ്ങനെ വരച്ചാലും ശരിയാണ്. എഫക്റ്റീവ്ലി ഇതും 45 degree ആയിരിക്കും, ഇതും 45 degree ആയിരിക്കും. വൈ? ബിക്കോസ് ഇത് രണ്ടും പാരലൽ ലൈനാണ് അല്ലെ. പാരലൽ ലൈനായിട്ട് രണ്ടും കട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് കട്ട് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 45 degree ആയിരിക്കും. സോ നിങ്ങൾ ആദ്യം ആ ഇൻക്ലിനേഷൻ വരച്ചു. ഇൻക്ലൈൻ ടു HP എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണ് ഫ്രണ്ട് വ്യൂവിൽ അത് കാണിച്ചു. നോ വാട്ട് യു ടു ഡു? ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ നെയിം ചെയ്യുക അല്ലേ. AB എന്ന് പറയുന്ന പോയിന്റ് A1 എന്താണ്? A1 B1 എന്ന് പറയുന്ന പോയിന്റ് ഇത്, C1 E1 എന്ന് പറയുന്ന പോയിന്റ് ഇത്, D1 എന്ന് പറയുന്ന പോയിന്റ് ഇത്. കറസ്പോണ്ടിങ്ങിൽ മുകളിലുള്ള പോയിന്റ്സ് നിങ്ങൾ നെയിം ചെയ്തു. ഇനി എന്ത് ചെയ്യണം? യു ഹാവ് ടു ഡ്രോപ്പ് ദ പ്രൊജക്ടേഴ്സ് ഫ്രം ഈച്ച് ആൻഡ് എവറി പോയിന്റ്സ്. ഡ്രോപ്പ് പ്രൊജക്ടേഴ്സ് ഫ്രം ഹിയർ ആൻഡ് കറസ്പോണ്ടിങ്ങിലി ഇവിടെ നിന്നുള്ള പ്രൊജക്ടേഴ്സും അത് മീറ്റ് ചെയ്യുന്ന കോമൺ പോയിന്റ്സിലേക്കും നിങ്ങളുടെ കറസ്പോണ്ടിങ് പോയിന്റ്സ് വരാൻ പോകുന്നത്. സി 1 1 2 1 ഈ രണ്ട് പോയിന്റ്, 3 1 5 1 ഇവിടെ വന്നു,
4 1 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ വന്നു. ഓക്കെ, സോ നെയിംഡ് ഇറ്റ് ആൻഡ് ദെൻ ഡ്രോപ്പ് ദി പ്രൊജക്ടേഴ്സ്. ഓരോന്നും നമ്മൾ എന്താണ് ഡ്രോപ്പ് ചെയ്യുന്നു പ്രൊജക്ടേഴ്സ്. അതുപോലെ സൈഡിൽ നിന്നുള്ള പ്രൊജക്ടേഴ്സ് നമ്മൾ എന്താണ് ഈ സൈഡിൽ നിന്നുള്ള പ്രൊജക്ടേഴ്സ് നമ്മൾ ഡ്രോപ്പ് ചെയ്യാണ്. ഓക്കെ, എലമെന്റ്സ്. സോ ഈ പോയിന്റ് എന്താണ് 5E പോയിന്റും ഇവിടെ നിന്ന് വരുന്ന കറസ്പോണ്ടിങ് 5 പോയിന്റ് ഏതാണെന്ന് നോക്കും. ഓക്കെ, സോ 5E പോയിന്റ് ഇങ്ങനെ വരുന്നു. അതുപോലെ തന്നെ ഇവിടെ നിന്ന് വരുന്ന 5 പോയിന്റ് ഇതാണ്. സോ ഇതാണ് നിങ്ങളുടെ 5. ഓക്കെ, ഇതാണ് A1 നിന്ന് വരുന്ന ലൈൻ. A1 ലൈൻ ഇത് വരുന്നു. ഇവിടെ A1 ഇവിടെ എയിൽ നിന്ന് വരുന്ന ലൈൻ ഇത്. സോ അത് തെറ്റാതെ ഇത് A എന്ന് മാർക്ക് ചെയ്യുക. 1 ഇങ്ങനെ വരുന്നു, അത് നോക്കുക. അതുപോലെ ടോപ്പിൽ നിന്ന് 1 ഇവിടെയാണ് വരുന്നത്. സോ ദിസ് പോയിന്റ് 1. അങ്ങനെ നിങ്ങൾ എൻ്റയർ പോയിന്റ്സ് നിങ്ങൾ മാർക്ക് ചെയ്യുക. ഓക്കെ, മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും? A1 B1 കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഓരോ പോയിന്റ്സും കിട്ടും. ആൻഡ് യു നോ ദാറ്റ് ഇപ്പൊ ടോപ്പ് വ്യൂല് നോക്കുകയാണെങ്കിൽ ഈ സൈഡ് ആയിരിക്കും വിസിബിൾ, ഇത് താഴത്തെ സൈഡ് വിസിബിൾ ആയിരിക്കില്ല. ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഏതായിരിക്കും EABC എന്ന് പറയുന്ന സൈഡ് ആയിരിക്കും വിസിബിൾ. ഇങ്ങോട്ടല്ലേ ടേൺ ചെയ്യുന്നത്. ഇങ്ങോട്ട് ടേൺ ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഈ സൈഡ് താഴെ ആയിരിക്കും പോകുന്നത്, EDC എന്ന് പറയുന്ന സൈഡ്. സോ E1 D1 എന്ന് പറയുന്നതും D1 C1 എന്ന് പറയുന്നതും ഒക്കെ എന്തായിരിക്കും? ഹിഡൻ ആയിരിക്കും. അതുപോലെ D24 എന്ന് പറയുന്ന ലൈനും D24 എന്ന് പറയുന്ന ലൈനും ഹിഡൻ ആയിരിക്കും. ബിക്കോസ് അതായിരിക്കും താഴെ വരുന്ന റീജിയൻ. മുകളിൽ വരുന്ന റീജിയൻ നിങ്ങൾക്ക് ഡാർക്ക് ആയിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, സോ അതിനുശേഷം എന്ത് ചെയ്യും? ഇനി നെക്സ്റ്റ് ഇൻക്ലിനേഷൻ നമ്മൾ ചെയ്യണം. അവർ തേർഡ് സെറ്റ് ഫിഗേഴ്സ് ആണ് നമ്മൾ വരയ്ക്കേണ്ടത്. സോ അതെങ്ങനെ വരയ്ക്കും? അതിനെക്കുറിച്ച് പറയുമ്പോൾ ക്വസ്റ്റ്യനിൽ പറയേണ്ടത് ദ സൈഡ് ഓപ്പോസിറ്റ് ടു ദ സെയിം കോർണർ എന്നാണ് പറയുന്നത്. ഓക്കെ, ദ സൈഡ് ഓപ്പോസിറ്റ് ടു ദ സെയിം കോർണർ മേക്സ് 30 ഡിഗ്രി. അപ്പൊ എന്താണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ കോർണർ ആണ് ഇൻക്ലൈൻഡ് ആക്കിയത് അല്ലേ? ദ സൈഡ് ഓപ്പോസിറ്റ് ടു ദിസ് കോർണർ എന്ന് പറഞ്ഞാൽ അത് ഏത് സൈഡാണ്? ഏത് സൈഡായിരിക്കും പറഞ്ഞേ? ഏത് സൈഡായിരിക്കും? ആ കോർണറിന് ഓപ്പോസിറ്റ് ആയ സൈഡ് അതേതാണ്? പറയൂ, ഏതായിരിക്കും? AB ആണോ സാർ? AB ആണ്. AB ആണ് അതിന് ഓപ്പോസിറ്റ് ആയ സൈഡ്. വെരി ഗുഡ്. എങ്ങനെയാണ് വന്നത് നമുക്ക് നോക്കാം. ഇവിടെ വെച്ച് നോക്കിയാൽ മതി. ഡി ആണ് ഇൻക്ലൈൻ ചെയ്ത കോർണർ അല്ലെ? അപ്പൊ ഡിക്ക് ഓപ്പോസിറ്റ് ആയ സൈഡ് വേണം. ഇവിടെ നോക്കൂ, ഡിക്ക് ഓപ്പോസിറ്റ് ആയ സൈഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്? AB ആണ്. ബിക്കോസ് ഡി എന്ന് പറയുന്നത് താഴെ വരുന്ന കോർണർ ആണ് അല്ലെ? 4 അല്ല, 4 മുകളിൽ വന്ന. ഡി എന്ന് പറയുന്ന കോർണർ താഴത്തെ കോർണർ. ഡിക്ക് ഓപ്പോസിറ്റ് ആയ സൈഡ്, ഡിക്ക് ഓപ്പോസിറ്റ് ആയ സൈഡ് എന്ന് പറഞ്ഞാൽ അത് AB ആണ്. ഓക്കെ, അപ്പോൾ ഡിക്ക് ഓപ്പോസിറ്റ് ആയ സൈഡ് വേണം ഇൻക്ലൈൻ ആക്കാൻ. സോ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ആൻഡ് ദ സൈഡ് ഓപ്പോസിറ്റ് ടു ദ സെയിം കോർണർ മേക്സ് 30 ഡിഗ്രി വിത്ത് VP. സോ 30 ഡിഗ്രി വിത്ത് VP എന്ന് പറയുന്നത് കൊണ്ട് തന്നെ എന്താണ്? ടോപ്പ് വ്യൂയിലായിരിക്കും ആ ഇൻക്ലിനേഷൻ കൊണ്ടുവരുന്നത് വിത്ത് VP ആയതുകൊണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ VPയിൽ ഒരു 30 ഡിഗ്രിയുടെ ആംഗിളിൽ ഒരു ലൈൻ വരച്ചു വെക്കുന്നു. ആ ലൈനിൽ വേണം നമ്മുടെ AB ആദ്യം വരയ്ക്കാൻ. ആ ലൈനിൽ വേണം നമ്മൾ AB വരയ്ക്കാൻ. ഓക്കെ, അതിനുശേഷം വേണം നമ്മൾ തുടങ്ങാൻ. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ലൈൻ 30 ഡിഗ്രി എടുത്തു. അതിനുശേഷം നമ്മൾ ഇങ്ങനെയുള്ള AB അല്ലെ? ഇതിപ്പോ എന്താണ്? VPക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുന്ന AB ആണ്. നമ്മൾ അതിനെ ഇൻക്ലൈൻഡ് ആക്കി. ഇതാണ് AB. സോ AB ഇവിടെ വരച്ചതിന് ശേഷം എന്ത് ചെയ്യും? ഈ ഓരോ ഡിസ്റ്റൻസും നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് റീക്രിയേറ്റ് ചെയ്തതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് റീക്രിയേറ്റ് ചെയ്യും. ഓക്കെ, സോ AB ഇവിടെ വരച്ചു. അതിനുശേഷം എന്താണ്? കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ പോയിന്റ്സ് നമ്മൾ റീക്രിയേറ്റ് ചെയ്തെടുക്കും. ഓക്കെ, ഇങ്ങോട്ട് മാറ്റിക്കുന്നു, ഇത് വരയ്ക്കുന്നു, ഇത് വരയ്ക്കുന്നു. ഈ പോയിന്റ്സ് ഒക്കെ നമ്മൾ റീക്രിയേറ്റ് ചെയ്തെടുക്കും. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യും? ഇവിടെ നിന്ന് പ്രൊജക്ടേഴ്സ് മുകളിലേക്ക് ഡ്രോപ്പ് ചെയ്യും. ഈ ഓരോ പോയിന്റ്സിൽ നിന്ന് ഫ്രം A to you will drop a projector, ഫ്രം B to you will drop a projector. C2ൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുന്നു. ഈ 3 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തു. ഈ സബ്സ്ക്രിപ്റ്റഡ് 2 എന്ന് കൊടുക്കുന്നത് സെക്കൻഡ് സെറ്റ് എന്ന് കാണിക്കാനാണ്. സബ്സ്ക്രിപ്റ്റഡ് 1 എന്ന് കൊടുക്കുന്നത് ഫസ്റ്റ് സെറ്റ് എന്ന് കാണിക്കാനാണ്. ഓക്കെ, ഇതാണ് ബേസ് ഫിഗർ. അതിനുശേഷമുള്ള സെറ്റ്, അതിനുശേഷമുള്ള സെറ്റ്. സോ പ്രൊജക്ടേഴ്സ് നമ്മൾ മുകളിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നു. സിമിലർലി ഇവിടെ നിന്ന് പ്രൊജക്ടേഴ്സ് ഇങ്ങോട്ടും ഡ്രോപ്പ് ചെയ്യുന്നു. ഫൈനലി അങ്ങനെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ എന്താണ്? നിങ്ങൾക്ക് ഓരോ സെറ്റ് ഓഫ് ഫിഗേഴ്സ് ഓരോന്ന് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് അപ്പം തന്നെ നെയിം ചെയ്ത് പോവുക. ഓക്കെ, ആദ്യം ഈ ഒരു ലൈൻ വരച്ചിട്ട് ഇവിടുന്ന് വരുന്ന ലൈനും കൂടെ വരുമ്പോൾ അത് ഏതാണെന്ന് വെച്ചാൽ അത് അപ്പം തന്നെ നെയിം ചെയ്യുക. ഒരുപാട് പോയിന്റ്സും ലൈൻസും വന്നതിന് ശേഷം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, തെറ്റാൻ സാധ്യതയുണ്ട്. സോ അപ്പം തന്നെ നെയിം ചെയ്ത് പോവാം. ഓക്കെ, സോ ഇങ്ങനെ വരച്ച് കഴിയുമ്പോൾ എന്താണ്? ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഓരോ പോയിന്റ്സ് കിട്ടും.
സപ്പോസ് ഈ പോയിന്റ് ആണ് ഞാൻ എടുക്കുന്നത്, ബിയിൽ നിന്നുള്ള പോയിന്റ്. അപ്പൊ ഞാൻ കറസ്പോണ്ടിങ് ബിയിൽ നിന്നുള്ള ഈ പോയിന്റ് വേണം മാർക്ക് ചെയ്യാൻ. ഓക്കെ, ഇപ്പൊ നമ്മൾ ഓരോന്നും മാർക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. ബിയിൽ നിന്നുള്ള പോയിന്റ് ഇവിടെ എന്താണ്, ബിയിൽ നിന്നുള്ള പോയിന്റ്. സോ ഇതാണ് എൻ്റെ ബിയുടെ പോയിന്റ്. ഓക്കെ, അതുപോലെ ഇപ്പോൾ ഈ 5ന്റെ പോയിന്റ് എടുത്ത് വെച്ചോ. 5ന്റെ വരുന്ന ലൈൻ ഇതാണ്. ഓക്കെ, ഈ ലൈനാണ് 5ന്റെ ഇവിടെ നിന്ന് വരുന്ന ലൈൻ ഏതാ, ഇത്. അപ്പോൾ ഇതും കൂടെ വരുന്ന ലൈനിലായിരിക്കും എൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള 5 എന്ന് പറയുന്ന പോയിന്റ് വരുന്നത്. അതുപോലെ തന്നെ ഇതുണ്ടോ, ഇതാണ് 5 കേട്ടോ. 3, 5 എന്ന് വരുന്നത് ഇവിടെ ഈ പോയിന്റ് നിന്നാണ്. അതായത് ഈ പോയിന്റ് ആണ് 3, 5ന്റെ പോയിന്റ്. സോ അത് വരുന്ന ലൈൻ ഇവിടെ. ഇതാണ് 5 എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, ഇതാണ് ബി എന്ന് പറയുന്ന പോയിന്റ്. അതുപോലെ ഓരോന്നും നമ്മൾ നെയിം ചെയ്യാം. ഇത് 4ൽ നിന്ന് വരുന്ന ലൈൻ കറസ്പോണ്ടിങ് ആയിട്ട് 4ൽ നിന്ന് എവിടെ നിന്നാണ് വരുന്നത്, ഇവിടെ നിന്നാണ് വരുന്നത്. ഓക്കെ, സോ അത് വന്നിട്ട് ഇത് വന്നിട്ട് 4 വരും. അങ്ങനെ മുകളിലൊരു സെറ്റ് 5 പോയിന്റ് കിട്ടും, താഴെ 5 പോയിന്റ് കിട്ടും. വൈ? ബിക്കോസ് ഇതൊരു പെൻറ്റഗൺ ആയതുകൊണ്ട് 5 പോയിന്റ്സ് ആണ് വരുന്നത്. ഓക്കെ, സോ അത് നിങ്ങൾ വരച്ച് ചെയ്യുമ്പോൾ എന്താണ് കറസ്പോണ്ടിങ് ആയിട്ട് 5 ഇവിടെ, 4 നമ്മൾ വരച്ചതുപോലെ തന്നെ വന്നു. ഇതാണ് ബി വന്നത്. അതുപോലെ എൻ്റയർ പോയിന്റ്സ് നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, സോ എന്നിട്ട് എന്താണ് ഹിഡൻ ആയിട്ട് വരുന്ന ലൈൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. എവേ ആയിട്ട് പോകുന്ന ലൈൻസ് ഒക്കെ നിങ്ങൾക്ക് എന്താണ് ഹിഡൻ ആയിട്ടാണ് വരിക. അതുപോലെ നിയറർ ടു വരുന്ന പോയിന്റ്സ് ഒക്കെ നമുക്ക് എന്താണ് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സോ നിയറർ ടു ഒബ്സർവർ ഓൾവേസ് ദ പോയിന്റ്സ് വിൽ ബി വിസിബിൾ ആൻഡ് എവേ ഫ്രം ദ ഒബ്സർവർ ദാറ്റ് ഈസ് നിയറർ ടു ദ റഫറൻസ് പ്ലെയിൻ പോയിന്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഹിഡൻ ആയിരിക്കും. ഹിഡൻ പോയിന്റ്സിനെ നമ്മൾ ഡാഷ്ഡ് ലൈൻസ് വെച്ച് കണക്ട് ചെയ്യും. അതിനുശേഷം ബാക്കിയുള്ള പോയിന്റ്സ് എന്താണ്, ബാക്കിയുള്ള പോയിന്റ്സ് നമുക്ക് തിക്ക് ലൈൻസ് വെച്ച് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതെന്ന് കാണിക്കുന്നത് ഈ ബേസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റെഡ്, പിന്നെ ഒരു ഡിസ്റ്റിങ്വിഷേഴ്സ് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഈ റെഡ് ആയിട്ട് കൊടുത്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇതാണ് ബേസ്, പെൻറ്റഗണിന്റെ ബേസ്. ബേസിൽ വരുന്ന താഴെ വരുന്ന ബേസും മുകളിൽ വരുന്ന ഒരു പെൻറ്റഗൺ കൂടെ ഉണ്ടെന്ന് പറഞ്ഞില്ല, അതാണിത്. ഓക്കെ, സോ ഇതിലേതാണ് A2, ഇതിൽ നിങ്ങൾ നോക്കുക. ഓക്കെ, സോ എന്താണ് ഓരോ പോയിന്റ്സ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അല്ലേ. A2, 1, 2, അതുപോലെ 2 to B, 3 to C. ഇതുണ്ട് ഓരോ ലൈനാണിത് അല്ലേ. ഓരോ ലൈൻ ഇവിടെ നോക്കിയാണ്, ഇതാണ് ഒരു ലൈൻ. അതുപോലെ തന്നെ ഇതാണ് മറ്റൊരു ലൈൻ. എന്താണ് അതിൻ്റെ എഡ്ജസ് ആണിത്, ഓരോ എഡ്ജസ് ആണ് ഇവിടെ കാണുന്നത്. 5 to ഇതൊക്കെ വിസിബിൾ ആണ്. ആകെ കാണാത്ത ഏതാണ്, A2, 1, 2 എന്ന് പറയുന്നതാണ് കാണാത്തത്. A2, 1, 2 എന്ന് പറയുന്ന ലൈൻ നമുക്ക് എന്താണ് വിസിബിൾ അല്ലാതെ മാറി. ഓക്കെ, സോ അങ്ങനെ വരുന്നതാണ് ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വ്യൂ വരുന്നത്. ഓക്കെ, സോ അതിനുശേഷം എന്താണ് ഈ വരയ്ക്കുമ്പോൾ നമ്മൾ എന്താണ് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക, തിക്ക് ലൈൻസ് ആയിട്ട് വരച്ചതാണ് പ്രൊജക്ഷൻ. ഓക്കെ, ഈ പ്രൊജക്ഷൻ ആണിത്. ബാക്കി വരുന്ന പ്രൊജക്ടർ ലൈൻസ് ഒക്കെ എന്താണ് തിൻ ലൈൻസ് ആയിട്ടാണ് നമ്മൾ വരയ്ക്കുക. ഓക്കെ, ഇത് ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ സാറേ? പറയൂ സാറേ. 45 ഡിഗ്രി ഇൻക്ലിനേഷൻ ഒരിക്കൽ കൂടെ പറയൂ സാറേ, കണക്ഷൻ കേട്ടാ ഇത്. 45 ഇൻക്ലിനേഷൻ. സെക്കൻഡ് സെറ്റിന്റെ. ഓക്കെ, 45 ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സിമ്പിൾ സെറ്റ് വരച്ചതിന് ശേഷം സിമ്പിൾ സെറ്റ് നമ്മൾ വരയ്ക്കുന്നു. സിമ്പിൾ സെറ്റ് വരച്ചതിന് ശേഷം എന്താണ് പറയുന്നത്, സിമ്പിൾ സെറ്റ് വരച്ചതിന് ശേഷം നമ്മളോട് പറയുന്നത് ഫസ്റ്റ് ഇൻക്ലിനേഷനെ കുറിച്ച് പറയും. സോ ഫസ്റ്റ് ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് ദ സ്ലാൻഡ് എഡ്ജ് പാസിംഗ് ത്രൂ ദ കോർണർ മേക്സ് 45 ഡിഗ്രി വിത്ത് HP. ഓക്കെ, സോ ഈ സ്ലാൻഡ് എഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെയുള്ള എഡ്ജിനാണ് നമ്മൾ സ്ലാൻഡ് എഡ്ജ് കണക്ടിങ് ബിറ്റ്വീൻ ദ ബേസ് ഫിഗേഴ്സ്. ഓക്കെ, സോ ഈ കേസിൽ 4D. സോ റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് കോർണർ എന്ന് പറഞ്ഞാൽ ഡിയിൽ റെസ്റ്റ് ചെയ്യുന്ന പോലെയാണ് വരയ്ക്കേണ്ടത് നമുക്കറിയാം. അത് വരയ്ക്കുന്നത് എങ്ങനെയാണ്, അതിനായിട്ടുള്ള കണ്ടീഷനാണ് പറയുന്നത് സ്ലാൻഡ് എഡ്ജ് പാസിംഗ് ത്രൂ ദ കോർണർ മേക്സ് 45 ഡിഗ്രി. അതായത് ഈ 4D എന്ന് പറയുന്നത് 45 ഡിഗ്രി ആണ്. അപ്പം എന്ത് ചെയ്യണം, ഒന്നുകിൽ നിങ്ങൾക്ക് 4D ഇവിടെ 45 ഡിഗ്രിയിൽ വരച്ചിട്ട് ബാക്കിയുള്ള എൻ്റെ പെൻറ്റഗൺ കൺസ്ട്രക്ട് ചെയ്യാം. ഓക്കെ, ആ സമയത്ത് ഇവിടെ ഒരു ആക്സിസ് ഇങ്ങനെ ഉണ്ടാവും. ഈ ആക്സിസും ഈ 4D എന്ന് പറയുന്ന ലൈനും പാരലൽ ആയതുകൊണ്ട് എയ്തർ നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാം, ആക്സിസിനെ 45 ഡിഗ്രി എടുത്താലും ഇവിടെ സെയിം എഫക്റ്റ് ആണ് വരുന്നത്. അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യനിൽ വരയ്ക്കുന്നത്. സോ പലതരത്തിൽ നമുക്ക് വരയ്ക്കാം. ഓക്കെ, പലതരത്തിൽ വരയ്ക്കാം, പക്ഷേ സൊല്യൂഷൻ എല്ലാം സെയിം ആയിരിക്കും. സോ സെയിം വേ ഇവിടെ വരയ്ക്കുമ്പോൾ അവരെടുത്തിരിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ ഈ സൊല്യൂഷനിൽ നമ്മളോട് കാണിച്ചിരിക്കുന്നത് ആക്സിസിനെ എടുത്തിട്ടാണ്. ബട്ട് അത് രണ്ടും സെയിം എഫക്റ്റ് ആണ് ഈ കേസിൽ വരുന്നത്. എപ്പോഴും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ ഒരു പിരമിഡിന്റെ കേസിലാണ് ചിലപ്പോൾ അങ്ങനെ ആവില്ല. സ്ലാൻഡ് എഡ്ജ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്നതുകൊണ്ട് ആ ആംഗിൾ ആവില്ല. ഈ കേസിൽ പിന്നെ സെയിം ആയതുകൊണ്ട്, പ്രിസത്തിന്റെ കേസിലൊക്കെ സെയിം ആവുന്നതുകൊണ്ട് ആക്സിസിന് എടുത്തു. ആ സമയത്ത് ഇത് മെഷർ ചെയ്താൽ ഇതും 45 ആയിരിക്കും. ഇത് 45 ആവണമെന്നാണ് നമ്മളോട് പറഞ്ഞ കണ്ടീഷൻ സ്ലാൻഡ് എഡ്ജ്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ വരച്ചു, നെയിം ചെയ്യുന്നു. യു വിൽ നെയിം ഇറ്റ്.
and you will drop the projectors. So you will drop the projectors from the previous top view also. And common points നമ്മൾ നെയിം ചെയ്യും. ദിസ് ഈസ് A1 B1. സോ ഇവിടെ നിന്ന് വരുന്നത് A1 ലൈൻ ഇതാണ്. സോ ഈ സബ്സ്ക്രിപ്റ്റ് ആയിട്ടുള്ള 1 എന്ന് പറയുന്നത് അനദർ സെറ്റ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ബേസ് കഴിഞ്ഞിട്ടുള്ള സിമ്പിൾ പൊസിഷൻ കഴിഞ്ഞിട്ടുള്ള അനദർ സെറ്റ് കാണിക്കാനാണ് സബ്സ്ക്രിപ്റ്റ് ആയിട്ട്. അതും മുകളിലത്തേതും കൺഫ്യൂസ്ഡ് ആവരുത്. സോ അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ വേറെ നെയിം കൊടുക്കുക, പി എന്ന് കൊടുക്കുക, PQRST എന്ന് കൊടുക്കുക. സോ P1 ഡാഷ് Q1 ഡാഷ് R1 ഡാഷ് S1 ഡാഷ് T1 ഡാഷ് എന്നായിക്കോളൂ. അപ്പോൾ കൺഫ്യൂഷൻ വരില്ല. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് നെയിം ചെയ്യാം, അതിൽ ഇഷ്യൂ ഇല്ല. ബട്ട് നെയിമിങ് പ്രോപ്പർ ആയിരിക്കണം എന്ന് മാത്രം. സോ A1 ഡാഷിൽ നിന്നും അതുപോലെ തന്നെ A1 നിന്ന് വരുന്ന ലൈൻ. സോ A ആണ് മെയിൻ. സോ ഇവിടെ ഈ പോയിന്റ് ആയിരിക്കും പോയിന്റ് A. സിമിലർലി ദിസ് ഈസ് ദ പോയിന്റ് ഫ്രം B. സോ ഇതാണ് ബിയിൽ നിന്നുള്ള പ്രൊജക്ടർ. സോ ദിസ് ഈസ് ദ പോയിന്റ് B. സോ ഇവിടെ മൊത്തം ABCDയുടെ ഒരു സെറ്റും ഇവിടെ മൊത്തം ഈ നമ്പേഴ്സിന്റെ 1 2 3 4 5ന്റെ ഒരു സെറ്റും കിട്ടും. സോ യു വിൽ ഗെറ്റ് ദിസ് ഫിഗർ ലൈക്ക് വൈസ്. ആൻഡ് ഇതിനെ ഇങ്ങോട്ട് ടേൺ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവിടെ ടോപ്പ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്ഥലമാണ് കാണുക. എന്താണ് ഈ D1 41 എന്ന് പറയുന്ന ലൈൻ എന്താണ് ഹിഡൻ ആയി മാറും. സോ അതുകൊണ്ടാണ് ഈ D1 41 എന്ന് പറയുന്ന ഡാഷ്ഡ് ലൈൻ വരുന്നത്. അതുപോലെ തന്നെ ഇത്രയും ഭാഗമാണ് 5 1 2 3 എന്ന് പറയുന്ന ഭാഗമാണ് ഇവിടെ കാണുള്ളൂ. 5 to 4 ഉം 4 to 3 ഉം ഹിഡൻ ആയിരിക്കും അല്ലേ. അതായത് E to D യും D to C യും. അതാണ് E1 D1 ഉം D1 C1 ഉം എന്താണ് ഹിഡൻ ആയിട്ട് വരച്ചത്. ദെൻ നമ്മൾ നെയിം ചെയ്യുന്നു അനദർ സെറ്റ്. നമ്മൾ അടുത്ത സെറ്റ് വരയ്ക്കുന്നു. ആ സെറ്റിൽ എന്താണ് പറയുന്നത്? സോ അതിൽ പറയുന്നത് ദ സൈഡ് ഓപ്പോസിറ്റ് ടു ദ സെയിം കോർണർ. ദ സൈഡ് ഓപ്പോസിറ്റ് ടു ദ സെയിം കോർണർ. അപ്പോൾ ഈ D വിത്ത് റെസ്പെക്ട് ടു D നോക്കുകയാണെങ്കിൽ ഡിയുടെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഏതാന്ന് നോക്കുക. അതിൽ സിമ്പിളായിട്ട് നോക്കാൻ ഈ ടോപ്പിൽ നോക്കിയാൽ മതി. ഡിയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ AB ആണ്. സോ AB യെ കുറിച്ചാണ് പറയുന്നത്, മനസ്സിലായി. മേക്സ് 30 ഡിഗ്രി വിത്ത് VP. സോ VPയിലായിട്ട് ആംഗിൾ വയ്ക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് ടോപ്പ് വ്യൂവിലാണ് കാണുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യണം? XY ലൈനിൽ നിന്ന് ഡ്രോ എ ലൈൻ ഫോർ ആൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി ആൻഡ് ഇൻ ദാറ്റ് ലൈൻ സംവെയർ യു ക്യാൻ മാർക്ക് AB. കണ്ടോ, AB ആണ് അവിടെ മാർക്ക് ചെയ്തത്. AB അവിടെ മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം എന്താണ് ഇവിടെ നിന്ന് ഇത് റീകൺസ്ട്രക്ട് ചെയ്ത പോലെ എല്ലാം സെയിം ഡയമെൻഷൻ എടുത്ത് ഇങ്ങോട്ട് കോപ്പി ചെയ്ത പോലെ ഈ AB വിത്ത് റെസ്പെക്ട് ആയിട്ട് ഇവിടെ നിന്നെല്ലാം കോപ്പി ചെയ്യാം. ഓക്കെ, A2 B2 ഇവിടെ വരച്ചു. അതിനുശേഷം എന്താണ് ഇവിടെ നിന്നുള്ള E1 5 1 എന്നുള്ള ലെങ്ത് എടുത്തിട്ട് അത് ഇവിടെ വരയ്ക്കുക. ഈ A1 E1 എന്നുള്ള ലൈൻ ഇവിടെ വരയ്ക്കുക. ഓക്കെ, അങ്ങനെ അങ്ങനെ വരയ്ക്കുക. എൻ്റെ ലെങ്ത്തും വരച്ച് എൻ്റെ പോയിന്റ്സും നമ്മൾ എന്താണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് റീപ്ലോട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല. ചേഞ്ച് ചെയ്ത ആകെ കൂടെ എന്താണ് A1 B1 എന്ന് പറഞ്ഞാൽ ഇവിടെ പെർപെൻഡിക്കുലറായി നിന്ന് തന്നെ നമ്മൾ 30 ഡിഗ്രിയിലാക്കി മാറ്റം വരുത്തി. കറസ്പോണ്ടിങ് ആയിട്ട് ബാക്കിയുള്ള പോയിന്റ്സ് ഒക്കെ നമ്മൾ ഇവിടുന്ന് കോപ്പി ചെയ്തു. ഓക്കെ, സോ അതിനെന്താണ് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് നമുക്ക് കോമ്പസിലെടുത്ത് മാർക്ക് ചെയ്ത് ഈ പോയിന്റ്സ് ഒക്കെ കണ്ടുപിടിച്ച് വരയ്ക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? യു വിൽ ഡ്രോപ്പ് ദ പ്രൊജക്ടേഴ്സ്. സിമിലർലി ഇവിടെ നിന്ന് നമ്മൾ പ്രൊജക്ടേഴ്സ് ഡ്രോപ്പ് ചെയ്യും. ആൻഡ് കോമൺ വരുന്ന പോയിന്റ്സ് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നെയിം ചെയ്യുന്നതാണ്. സോ ഈ പോയിന്റ് അതുപോലെ തന്നെ ഈ പോയിന്റ് ഒക്കെ ഇവിടെ നിന്ന് നോക്കും നമ്മൾ. ഓക്കെ, ഇതെന്താണ് B എന്ന് പറയുന്ന പോയിന്റ് ആണ്. സോ ഇവിടെ എന്താണ് B ഏതാണെന്ന് നോക്കുക. സോ ബിയിൽ നിന്ന് വരുന്ന ലൈനും ഇവിടെ B നിന്ന് വരുന്ന ലൈനാണ് B. അതുപോലെ ഇപ്പോൾ 5ൽ നിന്ന് വരുന്ന പോയിന്റും ഇവിടെ 5ൽ നിന്ന് വരുന്ന പോയിന്റ് ആയിരിക്കും അവിടുത്തെ 5. താഴെ ഒരു സെറ്റ് ഉണ്ടാവും, മുകളിൽ ഒരു സെറ്റ് ഉണ്ടാവും. ഓക്കെ, അത് രണ്ടും കൂടെ വരച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫിഗർ ലഭിക്കും. ഓരോന്നും ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇപ്പൊ എന്താണ് ഇവിടെ നിന്ന് ഒരു ലൈൻ ഡ്രോപ്പ് ചെയ്യുന്നു, അതുപോലെ അതിന്റെ കറസ്പോണ്ടിങ് ഇവിടെ നിന്ന് വരച്ചിട്ട് അതപ്പം തന്നെ ഇമ്മീഡിയറ്റ്ലി നെയിം ചെയ്ത് പോവുക. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് കൺഫ്യൂഷൻ വരാനായിട്ട് സാധ്യതയുണ്ട്. സോ കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നെയിം ചെയ്ത് പോവുക. ദെൻ യു വിൽ ഡ്രോ ദിസ് ഫിഗർ. ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആയി സാർ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ചോദിക്കുക കേട്ടോ. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? അതുൽ കൃഷ്ണ. യെസ് സർ. ക്ലിയർ ആയോ? സർ ക്ലിയർ ആയി. ഭാഗ്യലക്ഷ്മി ക്ലിയർ ആണോ? രണ്ട് ഇൻക്ലിനേഷൻ എങ്ങനെ എടുത്തെന്നുള്ള ക്ലിയർ ആയോ? മനസ്സിലായി. ഓക്കെ, അർഷിക്
മനസ്സിലായി. സോ Okay. ഇൻക്ലൈൻഡ് ബോത്ത് പ്ലെയിൻസിന്റെ കേസിലെ സിമ്പിൾ പ്രോബ്ലംസ് ആണ് ഇത്. സോ ഈ കേസിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഓരോ ക്വസ്റ്റ്യനിലും നമ്മൾ പറഞ്ഞു പോയതിൽ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരേ കാര്യത്തിനല്ല രണ്ട് ഇൻക്ലിനേഷനും പറഞ്ഞത്. അതായത് ഈ കേസിൽ ആദ്യം പറയുന്നത് എന്താണ്, സ്ലാൻഡ് എഡ്ജിനാണ് 45 ഡിഗ്രി മേക്ക് ചെയ്യുന്നത്, അതിലെ വേറൊരു സൈഡിനാണ് 30 ഡിഗ്രി മേക്ക് ചെയ്യുന്നത്. സോ അങ്ങനെ പറയുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് അതെടുത്ത് വരച്ചാൽ മതി. ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്താണ് 4D മേക്ക് ചെയ്യുന്ന ആംഗിളാണ് 45 ഡിഗ്രി. അതേ 4Dക്ക് തന്നെയല്ല പിന്നെ പറഞ്ഞ ഇൻക്ലിനേഷൻ, പകരം എന്തിനാണ് AB-ക്കാണ് അടുത്ത് പറഞ്ഞ ഇൻക്ലിനേഷൻ പറഞ്ഞത്. സോ ഇങ്ങനെ പറഞ്ഞ കേസിൽ ഇതെന്താണ് ഇമ്മീഡിയറ്റ്ലി ഇങ്ങനെ തന്നെ വരച്ചു പോവാം. പക്ഷേ സപ്പോസ് ഒരു കേസ് പറയാണ്, ഇപ്പൊ ഈ കേസിൽ 4Dക്ക് 45 ഡിഗ്രി ഇൻക്ലിനേഷൻ പറഞ്ഞു, അതിനുശേഷം ഈ കേസിൽ വരുമ്പോൾ 4Dക്ക് തന്നെയാണ് VP ആയിട്ടൊരു ഇൻക്ലിനേഷൻ പറഞ്ഞെന്ന് വെക്കുക. അപ്പൊ അതിനെ നമ്മളൊരു ലൈനിന്റെ കൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ലൈൻ ആദ്യം 45 ഡിഗ്രി, പിന്നെ അതേ ലൈനിന് 30 ഡിഗ്രി ഇൻക്ലിനേഷൻ. സോ അതിലെന്താണ് അപ്പാരന്റ് ആംഗിളിലെ കൺസെപ്റ്റ് ഒക്കെ വരും. അപ്പൊ എന്താണ് അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് കൂടെ അവിടെ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, സോ ഈ കേസിൽ നോക്കിയാൽ അറിയാം, ഈ കേസിൽ എന്താണ് രണ്ടും രണ്ട് സെപ്പറേറ്റ് സാധനങ്ങൾക്കാണ് പറഞ്ഞത്. ഒന്നെന്ന് പറയുന്നത് ഈ സ്ലാൻഡ് എഡ്ജിനാണ് ആംഗിൾ പറഞ്ഞത്, പിന്നീട് പറഞ്ഞത് എന്താണ് ഇവിടുത്തെ ബേസ് എഡ്ജിനാണ് AB-ക്കാണ് പറഞ്ഞത് അല്ലേ. ഒന്ന് 4Dക്കും ഒന്ന് AB-ക്കും. അപ്പൊ രണ്ടെണ്ണത്തിനായതുകൊണ്ട് ഇങ്ങനെ ഡയറക്ട്ലി നിങ്ങൾക്ക് എടുത്തെടുത്ത് പോകാനായിട്ട് സാധിക്കും. സോ വിൽ സി അനദർ ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു വേറെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യൻ നോക്കൂ. A regular hexagonal prism of 30 mm side and axis 80 mm long is resting on HP on one of its corners of the base. Okay, the axis makes 30 degree with HP and plan of the axis makes 45 degree with VP. Draw its projection. ക്വസ്റ്റ്യനിൽ നോക്കുക, സോളിഡ് എന്ന് പറയുന്നത് എന്താണ് റെഗുലർ ഹെക്സഗണൽ പ്രിസം ആണ്. അറ്റ് ദ സെയിം ടൈം സൈഡ് എന്ന് പറയുന്നത് 30 ആണ്, ആക്സിസ് 80 mm തന്നിട്ടുണ്ട്. റെസ്റ്റിംഗ് ഓൺ HP ആണെന്ന് പറയുന്നു. എങ്ങനെയാണ് റെസ്റ്റ് ചെയ്യുന്നത്? ഓൺ വൺ ഓഫ് ഇറ്റ്സ് കോർണർ ആണ്, ബേസിന്റെ ഒരു കോർണറിലാണ് റെസ്റ്റ് ചെയ്യുന്നത് പറയുന്നത്. പിന്നെ എന്തൊക്കെയാണ് ആക്സിസ് മേക്സ് 30 ഡിഗ്രി വിത്ത് HP എന്നും പറയുന്നുണ്ട്, ആൻഡ് പ്ലാൻ ഓഫ് ദ ആക്സിസ് മേക്സ് 45 ഡിഗ്രി വിത്ത് VP എന്നും പറയുന്നുണ്ട് അല്ലേ. ഈ കേസിൽ നോക്കി കഴിഞ്ഞാൽ ആക്സിസിന്റെ കാര്യം തന്നെയാണ് രണ്ടിലും പറയുന്നത്. പക്ഷെ ഇവിടെ എന്തെങ്കിലും ട്രിക്കി ആയിട്ട് പറയുന്നുണ്ടോ? ഈ 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അത് ശരിക്കും അതിന്റെ എന്ത് ആംഗിൾ ആണ്? 45 ഡിഗ്രി എന്ന് പറയുന്നത് എന്ത് ആംഗിൾ ആണ്? ബീറ്റയാണ് പറയുന്നത്. സോ ആ ലൈനിന്റെ കൺസെപ്റ്റ് ആണ് അവിടെ കയറി വരുന്നത്. നോക്കൂ, ആൻഡ് പ്ലാൻ ഓഫ് ദ ആക്സിസ് മേക്സ് 45 ഡിഗ്രി എന്നാണ്. അതായത് ടോപ്പ് വ്യൂല് അതിന്റെ ആക്സിസ് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സോ അത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ചില കേസിൽ എന്താണ് അത് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. സോ ആ കേസിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ചെറിയൊരു സ്റ്റെപ്പ് കൂടെ ചെയ്യാറുണ്ട്, അതേ ഉള്ളൂ ഡിഫറൻസ്. സോ ഈ കേസിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആ 45 എടുത്ത് വരയ്ക്കാം, അതിൽ തെറ്റില്ല. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ വരയ്ക്കുന്നത്. ഓക്കെ, XY വരയ്ക്കുന്നു. then we will draw the hexagon. ഹെക്സഗൺ ഈ ഷേപ്പിൽ വരയ്ക്കാൻ കാരണം റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് കോർണർ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഓക്കെ, സോ നിങ്ങൾ നെയിം ചെയ്യുന്നു എന്താണ് ആന്റി ക്ലോക്ക് വൈസ് ഓർഡറിലോ നെയിം ചെയ്യുന്നു. അടുത്ത സെറ്റ് 1 2 3 4 എന്നോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് PQRS ചെയ്യുന്നു, നെയിം ചെയ്യുക, അത് നെയിം ചെയ്യുന്നു. ദെൻ പ്രൊജക്ടേഴ്സ് ഡ്രോപ്പ് ചെയ്യുന്നു. സോ ഈ പോയിന്റിൽ നിന്ന് പോകുന്ന പ്രൊജക്ടർ A', ഈ പോയിന്റിൽ നിന്ന് പോകുന്നതാണ് B', F', അല്ലേ. അതിന് E', C', ഈ പോയിന്റ് ലാസ്റ്റ് ഇവിടെ നിന്ന് D'. പിന്നെ ആക്സിസ് നെയിം ചെയ്യണം അതും. ദെൻ ആക്സിസിന്റെ ലെങ്ത് തന്നിരിക്കുന്ന അത്ര എടുക്കുക. തന്നിരിക്കുന്ന ആക്സിസ് ലെങ്ത് എന്ന് പറയുന്നത് 80 mm ആയതുകൊണ്ട് തന്നെ ഫ്രം ഹിയർ ടേക്ക് ആൻ 80 mm. ദെൻ ഈ പോയിന്റ്സ് ആയിരിക്കും കറസ്പോണ്ടിങ് ഇവിടെ നിന്ന് വരുന്ന പോയിന്റ്. ഇതിപ്പോ എന്താണ് A1 എന്ന് പറയുന്നുണ്ട്, ഇത് A ആണെങ്കിൽ ഇത് 1, ഇത് B2 6Fന്റെ ലൈൻ ആണെങ്കിൽ BU F ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും 6ഉം 2ഉം വരും. അങ്ങനെ എൻ്റയർ നെയിം ചെയ്യാം. ഇനി എന്താണ് പറഞ്ഞത്? ആക്സിസ് മേക്സ് 30 ഡിഗ്രി വിത്ത് VP. സോ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ ആക്സിസ് മേക്സ് 90 ഡിഗ്രി വിത്ത് HP ആണ്, അതിനെ നിങ്ങൾ 30 ഡിഗ്രി ആകണം. സോ ഡ്രോ എ ലൈൻ മേക്സ് എൻ ആംഗിൾ 30 ഡിഗ്രി വിത്ത് HP. അതിനുശേഷം എൻ്റയർ തിങ് റീകൺസ്ട്രക്ട് ചെയ്യുക. ഇവിടെ നിന്നുള്ള ഈ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുക ഇങ്ങോട്ട്, ഇവിടെ നിന്നുള്ള ഈ ഡിസ്റ്റൻസ് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക.
ഇവിടെ നിന്ന് എടുക്കുമ്പോൾ 80 ഇങ്ങോട്ട് എടുക്കുക. ടച്ചിങ് ഓൺ കോർണർ എന്നുള്ള രീതിയിലാണ് നമുക്ക് വരയ്ക്കേണ്ടത്. സോ അങ്ങനെ വരച്ച് വരുമ്പോൾ ഇവിടുന്ന് 80 ഡിഗ്രി ഇങ്ങോട്ട് എടുക്കുക, ഇത് റീകൺസ്ട്രക്ട് ചെയ്തെടുക്കുക. ഇനി എന്ത് ചെയ്യണം? പ്രൊജക്ടർ ഡ്രോപ്പ് ചെയ്യുക. എല്ലാ പോയിന്റിൽ നിന്നും പ്രൊജക്ടേഴ്സ് ഡ്രോപ്പ് ചെയ്യുക. അപ്പോൾ ഓരോന്നോരോന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് നെയിം ചെയ്ത് പോവുക. A1 എന്ന് വരച്ചു, ഇങ്ങനെ വരച്ചു. അതുപോലെ ഇവിടെ A എന്ന് വരച്ചു. അത് ക്രോസ് ചെയ്യുന്ന പോയിന്റിനെ ആദ്യം A എന്ന് അവിടെ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഇതാണ് BF-ന്റെ ലൈൻ, B1F1ന്റെ. അതുപോലെ ഇവിടെ നിന്ന് F-ൽ നിന്ന് വരുന്ന ലൈൻ അത് ക്രോസ് ചെയ്യുന്നിടത്ത് F മാർക്ക് ചെയ്യുക, B-യിൽ നിന്ന് വരുന്നത് B മാർക്ക് ചെയ്യുക. അതുപോലെ എന്ത് ചെയ്യുക? E1 C1 എന്ന് ഡ്രോപ്പ് ചെയ്യുക, അത് മാർക്ക് ചെയ്യുക. D-യിൽ നിന്ന് വരുന്നത് അത് മാർക്ക് ചെയ്യുക. അതിനുശേഷം 1 6 2 എന്നുള്ള ഈ പോയിന്റ്സിനൊക്കെ ഡ്രോപ്പ് ചെയ്യുക, ഇവിടെ നിന്ന് വരുന്ന കറസ്പോണ്ടിങ് ആയിട്ട് മാർക്ക് ചെയ്യുക. അത് വരച്ച് വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇവിടെ ഒരു സെറ്റ് ഓഫ് ഹെക്സഗൺ, അതുപോലെ ഇപ്പുറം ഒരു സെറ്റ് ഓഫ് ഹെക്സഗൺ കിട്ടും. അതിനുശേഷം കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫിഗർ തമ്മിൽ A1 തമ്മിലും B2 തമ്മിലും F6 തമ്മിലും ഒക്കെ ജോയിൻ ചെയ്യുക. ഇതിൽ ഹിഡൻ ആയിട്ട് വരുന്നത് ഏതായിരിക്കും? ഹിഡൻ ആയിട്ട് വരുന്ന പോയിന്റ്സ് ഏതൊക്കെ ആയിരിക്കും? അരവിന്ദ് പറഞ്ഞേ, ഹിഡൻ ആയിട്ട് വരുന്ന ലൈൻസ് ഏതൊക്കെ ആയിരിക്കും? അരവിന്ദ് വി. അരവിന്ദ്. ഹലോ സാർ, ഉണ്ട്, ഒരു മിനിറ്റ്. നിങ്ങൾ ഞാൻ പേര് വിളിച്ചാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും നിങ്ങൾ ക്ലാസ്സിലുണ്ട്. എന്നിട്ട് നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ. സോ ഈ കേസിൽ നിങ്ങൾ നോക്കുക, വ്യൂവിൽ നിങ്ങൾക്ക് കാണാമല്ലോ, ഇവിടെ നിന്ന് നോക്കുമ്പോൾ അടുത്ത് കാണുന്ന പോയിന്റ്സ് ഏതൊക്കെയാണ്, അതൊക്കെയാണ് വിസിബിൾ ആവുന്നത്. താഴെ വരുന്ന ലൈൻസ് വിസിബിൾ ആവില്ല. ഈ കേസിൽ വെച്ച് നോക്കുകയാണെങ്കിലും ഒരു ഇത്ര പോർഷൻ ആയിരിക്കും വിസിബിൾ, ബാക്കിയുള്ളത് എന്തായിരിക്കും? ഇതിന്റെ താഴെ വരുന്ന പോലെ ആയിരിക്കും. അപ്പൊ ഏതൊക്കെ ലൈൻസ് ആയിരിക്കും ഇൻവിസിബിൾ എന്ന് ആലോചിച്ച് നോക്കുക. സാർ, ആ B വരുന്നതൊക്കെ ഇൻവിസിബിൾ അല്ലേ? BF B2F എന്ന് പറഞ്ഞത് അത് സ്ലാൻഡേർഡ്സ് അല്ലല്ലോ. BUF ഒരു ലൈൻ അല്ല ശരിക്കും പറഞ്ഞ, ഓപ്പോസിറ്റ് പോയിന്റ്സ് അല്ലേ. നമുക്ക് BF ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈൻ ഇല്ലല്ലോ ശരിക്കും. ലൈൻ ഏതൊക്കെയാ? A1 എന്നൊരു ലൈൻ ഉണ്ട്, B2 എന്നൊരു ലൈൻ ഉണ്ട്, F6 എന്നൊരു ലൈൻ ഉണ്ട്. B6 ഇൻവിസിബിൾ അല്ലേ സാർ? B6ഓ? അല്ല, B2. സോറി സാർ. B2 കാണുമല്ലോ, B2 കാണും. ഇവിടെ ടോപ്പ് വ്യൂ ഇങ്ങനെ നോക്കിയാൽ മതി. ഇപ്പൊ ഇവിടെ നിന്ന് നിങ്ങൾ നോക്കുകയാണ്, ഞാൻ ഈ പോയിന്റർ കാണുന്ന അവിടെ നിന്ന് നിങ്ങൾ നോക്കുന്നു. നിങ്ങൾ നോക്കുമ്പോൾ എന്താ കാണും? ഈ ഒരു ഏരിയ മൊത്തം കാണും, ഈ ഒരു ചെരിവും കാണും അല്ലെ? എന്തായാലും കാണാതെ വന്നത് ഇങ്ങനെ ഒരു റേ പാസ് ചെയ്യുകയാണെങ്കിൽ അത് എവിടെ തട്ടിയിട്ട് ഷാഡോ എവിടെ ആയിരിക്കും വരുന്നത്? അല്ല, കാണാതെ വന്ന ലൈൻ ഏതൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞേ. ഏതായിരിക്കും കാണാതെ വന്നത്? C5 അല്ല, C3. C3 എന്ന് പറയുന്ന ലൈന് കാണില്ല, ശരിയാണ്. B2ന്റെ അടിയിൽ പോകുന്നത് കൊണ്ട് C3 കാണില്ല. ഓക്കെ. പക്ഷെ അതിന്റെ ഈ സൈഡ് കാണും, 2 to 3 കണക്ഷൻ കാണും, കാണില്ലേ? ഇവിടെ നോക്കൂ, 2 to 3 കാണും. പക്ഷെ B2 എന്താണ്, C2 3യിൽ പോകുന്ന ഇത്രയും പോർഷൻ ഇത് കവർ ചെയ്യുന്നത് കാരണം ഈ പോർഷൻ കവർ ചെയ്യുന്നത് കാണില്ല. ഓക്കെ, ശരി. അതേപോലെ നന്നായിട്ട് ഹിഡൻ ആവുന്ന ലൈൻ ഏതാ? നന്നായിട്ട് ഹിഡൻ ആവുന്ന സ്ലാൻഡേർഡ് ഏതാ ശരിക്കും പറഞ്ഞ? മുകളിൽ നിന്ന് ഇങ്ങനെ ലൈറ്റ് റേ പാസ് ചെയ്യുമ്പോൾ ഏതിലൂടെയാണ് ടച്ച് ചെയ്യാതെ പോകുന്നത് നോക്കുക. ഏതായിരിക്കും? F6 ആണോ സാർ? F6ഉം കാണും. നോക്കൂ, ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ ചിരിക്കുന്നത്, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഇത് ടിൽറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ സൈഡ് മൊത്തം ടിൽറ്റ് ചെയ്യുമ്പോഴും കാണും. ഇതാണ് അപ്പർ പോർഷൻ ആയിട്ട് വരുന്നത്, കണ്ടോ? E5 കാണുമോ സാർ? E5ഉം നേരത്തെ പറഞ്ഞ പോലെ C3യുടെ പറഞ്ഞ പോലത്തെ കേസ് പോലെ വരും.
ആ അതും പാതിയില. പാർഷ്യലായിട്ട്. അതെ. അപ്പൊ ഏറ്റവും കൂടുതൽ കാണാതാവുന്ന ഏത് സൈഡാ? C3 കുറച്ചായിട്ട് കാണും, E5 അങ്ങനെ തന്നെ. അപ്പൊ ഏത് സൈഡാ? അപ്പൊ ഡി വരത്തില്ലേ സാർ? ഡിയുടെ എഡ്ജാണ് വരുന്നത്, അതായത് ഈ 4D. കാരണം എന്താണ്, ഇത് ഇങ്ങോട്ട് ടിൽറ്റ് ചെയ്യുമ്പോൾ 4D താഴെയാണ് പോകുന്നത്, കണ്ടോ? 4D താഴെയാണ് വന്നത്. താഴെ ഇതിന്റെ മുകളിൽ മൊത്തം വേറെ ലൈൻസും സോളിഡ് ആയതുകൊണ്ട് ഈ ലൈൻ കാണില്ല. അതാണ് ഇവിടെ 4D ഹിഡൻ ലൈനായിട്ട് കാണിച്ചത്, ഡാഷ്ഡ് ലൈനായിട്ട്. മനസ്സിലായോ? മനസ്സിലായി സാർ. ഓക്കെ. സോ അങ്ങനെ നിങ്ങൾ വരയ്ക്കുന്നു. അതാ പറഞ്ഞതുപോലെ E1 എന്നും C1 എന്നും ഉള്ള ബോട്ടം പോർഷൻ എന്ന് പറയുന്നത് കാണില്ല. അതും നമ്മളവിടെ ഡാഷ് ലൈനായിട്ട് വെച്ചു. സോ ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ട ഒരു ഹെക്സാന്റെ ഷേപ്പ് ആയിട്ട് തോന്നുന്നതിന് കാരണം നമ്മൾ ഡാഷ് ലൈൻസ് പ്രോപ്പറായിട്ട് മാർക്ക് ചെയ്യുന്നത് കൊണ്ടൊക്കെയാണ്. സോ ഇതിൽ കാണുന്ന ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാണുന്ന ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ കാണുന്നത്? ഈ 6F6 എന്ന് പറയുന്ന ലൈനും അതുപോലെ തന്നെ F6 എന്ന് പറയുന്ന ലൈനും A1 എന്ന് പറയുന്ന ലൈനുമാണ് കാണുന്നത്. A21 ഇവിടെ നോക്കുക, A21 6F എന്ന് പറയുന്ന ഈ റെക്റ്റാങ്കിൾ ആണ് കാണുന്നത്. അതിന്റെ താഴെ പോകുന്നതാണ് ഈ E5ഉം D4ഉം ഒക്കെ, ഈ ഫേസ് കേട്ടോ. അതിനുശേഷം നമ്മൾ എന്താണ് അടുത്തത് വരയ്ക്കാൻ തുടങ്ങുന്നത്, നെക്സ്റ്റ് സെറ്റ്. സോ നെക്സ്റ്റ് സെറ്റ് ഇസ് മെൻഷൻ ദാറ്റ് there is an inclination of 45 degree with VP. Okay, so with VP you have to make an inclination of 45 degree. Okay, so അതെങ്ങനെ വരയ്ക്കും? So it's mentioned that 45 degree with VP ആയതുകൊണ്ട് തന്നെ ടോപ്പ് വ്യൂ ആണ് വരയ്ക്കേണ്ടത്. ആൻഡ് പറയുന്നുണ്ട് ടോപ്പ് ആൻഡ് ദ പ്ലാൻ ഓഫ് ദ ആക്സിസ് മേക്സ് 45 ഡിഗ്രി. സോ അത് നിങ്ങൾക്ക് തരുന്നത് ബീറ്റയാണ് നിങ്ങൾക്ക് തരുന്നത്. പക്ഷെ ഡയറക്റ്റ്ലി ബീറ്റ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ്ലി അത് അങ്ങനെ തന്നെ വരച്ചാൽ മതി. അല്ലാത്ത കേസിലാണ് തരുന്നത്. സോ ആക്സിസ് മേക്സ് ആൻ ആംഗിൾ 40 ഡിഗ്രി വിത്ത് HP എന്നും ആൻഡ് ദ ആക്സിസ് മേക്സ് 30 ഡിഗ്രി വിത്ത് VP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അപ്പാരന്റ് ആംഗിൾ കൺസിഡർ ചെയ്യേണ്ടി വരും. ഇവിടെ ഈ കേസിൽ 45 തന്നെ അപ്പാരന്റ് ആയതുകൊണ്ട് അതങ്ങനെ വരച്ചാൽ മതി. സോ 45 ഡിഗ്രി എടുക്കുന്നു. ദെൻ അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആക്സിസ് വരയ്ക്കണം. സോ ഇതാണ് നിങ്ങളുടെ ആക്സിസ് വരുന്നത് അല്ലേ? സോ ഈ ലൈനിൽ കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾ ആക്സിസ് വരയ്ക്കുക. ഓക്കെ, സോ ആക്സിസ് വരച്ചതിന് ശേഷം എൻ്റെ ഈ ലെങ്ത് ഒക്കെ റീക്രിയേറ്റ് ചെയ്യുക ഇങ്ങോട്ട്. കോമ്പസിൽ മാർക്ക് ചെയ്തിട്ട് എന്താണ് ഈ ലൈൻസ് ഒക്കെ ഇങ്ങോട്ട് തിരിച്ച് മാർക്ക് ചെയ്ത് കഴിയാം. സോ ഫൈനൽ ഫിഗർ കിട്ടുന്നു. ദെൻ യു വിൽ ഡ്രോപ്പ് ദ പ്രൊജക്ടേഴ്സ്. ഓക്കെ, സോ പ്രൊജക്ടേഴ്സ് ഡ്രോപ്പ് ചെയ്യുന്നു. സോ ഇതാണ് B2ൽ നിന്നുള്ള ലൈൻ. അതുപോലെ B1 എന്നുള്ള ലൈൻ വരുന്നത് ഈ പോയിന്റാണ് B. അതുപോലെ ഈ പോയിന്റാണ് സിയിൽ നിന്ന് വരുന്നത്, സിയിൽ നിന്ന് ഈ പോയിന്റാണ് C. അങ്ങനെ ഓരോന്ന് വരച്ചിട്ട് 6 പോയിന്റ്സ് കിട്ടും. സോ അത് പ്രോപ്പറായിട്ട് നിങ്ങൾ നെയിം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. എയിൽ നിന്ന് എഫിലേക്കും എയിൽ നിന്ന് ബിയിലേക്കാണെന്ന് അറിയുമ്പോൾ എഫും ബി ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, എയിൽ നിന്ന് എഫിലേക്കും എയിൽ നിന്ന് ബിയിലേക്കും മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നെയിമിംഗ് നോക്കിയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യാൻ. എഫിൽ നിന്ന് ഇയിലേക്കാണെന്ന് അറിയാം, അപ്പോൾ ഈ നമ്മൾ നെയിം ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അപ്പോൾ എഫിൽ നിന്ന് ഇയിലേക്ക് വരയ്ക്കുക. അങ്ങനെ കണക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആ പോയിന്റ്സ് കിട്ടും. അതുപോലെ അപ്പർ സെക്ഷനിലെ ഹെക്സന്റെ നിങ്ങൾ വരയ്ക്കുക. അതും നമ്മൾ വരച്ചതിന് ശേഷം എന്താണ് അതിനെ നെയിം ചെയ്യുക. ദെൻ അത് കണക്ട് ചെയ്തിട്ട് വരയ്ക്കുക. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, അതിൽ ഡാർക്കൻ ചെയ്യേണ്ട സൈഡുകളിൽ ഡാർക്കൻ ചെയ്യുക, ഹിഡൻ ആവേണ്ടത് ഹിഡൻ ചെയ്തിട്ടും വരയ്ക്കാം. ഓക്കെ, ഓരോന്ന് കവർ ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ ഏതൊക്കെയാണെന്ന് നോക്കുക. സോ അതിൻ്റെ പുറകിൽ വരുന്നതൊക്കെ എന്തായിരിക്കും? വിസിബിൾ ആയിരിക്കില്ല. ഓക്കെ, സോ അത് നോക്കിയിട്ട് നിങ്ങൾ വരയ്ക്കാം. സോ അതാണ് നമ്മളുടെ ഒരു ഫിഗർ വരുന്നത്. ഇൻക്ലൈൻ ടു ബോത്ത് പ്ലെയിൻസിന്റെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണിത്. ഒരു ഇൻക്ലിനേഷൻ, 2 ഇൻക്ലിനേഷൻ പറയുന്നു നിങ്ങളോട്, അത് 2 സെറ്റായിട്ട് വരയ്ക്കുന്നു. ഓക്കെ, സോ ഈ കേസിൽ അപ്പാരന്റ് എടുക്കുന്നത് നമ്മൾ ഇതുവരെ നോക്കിയിട്ടില്ല. ഡയറക്ട്ലി ഒന്നെങ്കിൽ എങ്ങനെ തരും, ഒന്നെങ്കിൽ 2 ടൈപ്പ്, ഒന്നെങ്കിൽ ഒരു സ്ലാൻഡ് എഡ്ജിന്റെയും പിന്നെ വേറൊരു ആക്സിസിന്റെ ആയിട്ടുള്ള 2 ഇൻക്ലിനേഷൻ പറയാം. ആ സമയത്ത് എന്താണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വരച്ചാൽ മതി. ഒരേ എൻറ്റിറ്റിയുടെ 2 ഇൻക്ലിനേഷൻ പറയുകയാണെങ്കിൽ ദ ആക്സിസ് ഈസ് ഇൻക്ലൈൻ 40 ഡിഗ്രി ടു HP ആൻഡ് ആക്സിസ് ഈസ് ഇൻക്ലൈൻ 30 ഡിഗ്രി ടു VP എന്ന് പറയുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ എന്ത് ചെയ്യണം? ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് പ്ലെയിൻസിന്റെ കൺസെപ്റ്റിൽ വരയ്ക്കുമ്പോൾ നമ്മൾ അപ്പാരന്റ് ആംഗിൾ കണ്ടുപിടിച്ചിട്ട് വേണം വരയ്ക്കാൻ. അല്ല ഈ കേസ് പോലെ ഇപ്പൊ തന്ന ക്വസ്റ്റ്യനിലെ പോലെ എന്താണ് ആക്സിസ് ഇൻക്ലൈൻ 30 ഡിഗ്രി ടു HP ആൻഡ് ദ ടോപ്പ് വ്യൂ അല്ലെങ്കിൽ പ്ലാൻ ഓഫ് ദ ആക്സിസ് മേക്സ് 45 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ആ 45 എന്ന് പറയുന്ന അപ്പാരന്റ് ആണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് അത് വെച്ചിട്ട് വരയ്ക്കുക. ക്ലിയർ അല്ലേ? ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹെക്സഗണൽ പ്രിസം റെസ്റ്റിംഗ് ഓൺ
വൺ ഓഫ് ഇറ്റ്സ് ബേസ് കോർണർ ആണ്. ആക്ച്വലി അതിൻ്റെത് ഞാൻ വരച്ചിട്ടില്ല, ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ വേണമെങ്കിൽ വരച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ കാണണമെങ്കിൽ. ഇത് അതുപോലത്തെ ഒരു സോളിഡിന്റെ ഇൻക്ലൈൻ ടു ബോത്ത് പ്ലെയിൻസ് വരുന്നതാണ്. ഓക്കെ, സോ ഇതെന്ന് പറഞ്ഞാൽ റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് ആണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം, റെസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു എഡ്ജിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ കേസിൽ നമ്മൾ എന്താണ് സിമ്പിൾ പൊസിഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇങ്ങനെ ഒരു സിമ്പിൾ പൊസിഷൻ, സ്ക്വയർ പ്ലസ് ആണ് ഇത് സിമ്പിൾ പൊസിഷൻ. നിങ്ങൾക്കാണ് ആക്സിസ് എന്ന് പറയുന്നത് എന്താണ്, പാരലൽ ടു വി പി ആണ്, അറ്റ് ദ സെയിം ടൈം പെർപെൻഡിക്കുലർ ടു എച്ച് പി ആണ്. സോ ഇതിന്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെക്ടാങ്കിൾ ആയിരിക്കും, ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അതിന്റെ ഷേപ്പിലുള്ള സ്ക്വയർ ആയിരിക്കും. അതിന് നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ഇൻക്ലിനേഷൻ. സോ അത് ആക്സിസ് ഈസ് ഇൻക്ലൈൻഡ് 40 ഡിഗ്രി വിത്ത് അല്ലെങ്കിൽ 30 ഡിഗ്രി വിത്ത് എച്ച് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ ടിൽറ്റ് ചെയ്തിട്ട് നമ്മൾ വരയ്ക്കും. സോ ഈ കേസിൽ നിങ്ങൾക്ക് നോക്കി അറിയാം, ഇപ്പം എന്താണ് ഫ്രണ്ട് വ്യൂ നിങ്ങൾ വരച്ചു. നിങ്ങൾ ടോപ്പ് വ്യൂ ഇവിടെ നോക്കുമ്പോൾ എന്താണ്, ഏതൊക്കെ സൈഡാണ് നിങ്ങൾക്ക് കാണുന്നത്, ഈ എഡ്ജ് കാണുന്നു, ഈ എഡ്ജ് കാണുന്നു, ഈ എഡ്ജ് കാണുന്നു. ഇത് കാണാത്ത എഡ്ജ് എന്ന് പറഞ്ഞാൽ ഏതാണ്, ഈ ഒരു എഡ്ജാണ് കാണാത്തത്. അത് കറക്റ്റായിട്ട് ഇതിൻ്റെ പുറകിൽ പോകുന്നുണ്ട് അല്ലേ, അങ്ങനെയാണ് വരുന്നത്. ഇനി ഇൻക്ലിനേഷൻ. സോ ഈ കേസിൽ ഇപ്പോഴും എന്താണ്, ഈ കേസിലും പാരലൽ ടു വി പി ആണ്. ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും, അതെന്താണ് ഇൻക്ലിനേഷൻ വിത്ത് വി പി ഇല്ല. അടുത്ത കേസ് എന്ന് പറയുന്നത് ഇൻക്ലിനേഷൻ വിത്ത് വി പിയുടെ കൊണ്ടിരുന്ന കേസാണ് ഈ മൂന്നാമത്തെ സെറ്റ്. ഇവിടെ നിങ്ങൾ നോക്കുക, ഇപ്പൊ ഇതിന്റെ ആക്സിസ് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ അതിനെന്താണ് ഒരു എച്ച് പി ആയിട്ട് ഒരു ഇൻക്ലിനേഷൻ ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് വി പി ആയിട്ട് ഒരു ഇൻക്ലിനേഷൻ ഉണ്ട്. നോക്കൂ, ഇവിടെ ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഇൻക്ലിനേഷൻ ഉണ്ട്. സോ ഇത് ഇങ്ങനെയാണ് വരുന്നതെന്ന് വിചാരിക്കും. അപ്പൊ ഈ കേസിൽ നിങ്ങൾ ടോപ്പ് വ്യൂ നിങ്ങൾ നോക്കുമ്പോൾ എന്താണ്, നിങ്ങൾക്ക് ഇവിടെ ഹിഡൻ ആയിട്ട് വരുന്ന എഡ്ജ് ഏതാണ്, ഈ എഡ്ജ് കാണാം, ഈ എഡ്ജ് കാണാം. ബാക്കിയുള്ള രണ്ട് എഡ്ജ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, ഇല്ല. അതാണ് പറഞ്ഞത്, ടോപ്പ് വ്യൂവിൽ നോക്കുമ്പോൾ നമ്മൾ നിയറർ ടു ദ ഒബ്സർവർ, നമ്മുടെ ഒബ്സർവറിന് നിയറർ ആയിട്ട് വരുന്നതും എവേ ഫ്രം ഒബ്സർവർ വരുന്ന എഡ്ജും നമുക്ക് എന്താണ് എവേ ഫ്രം വരുന്നത് നമുക്ക് കാണാൻ സാധിക്കില്ല. സോ സിമിലർലി ആ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടല്ലോ, ടോപ്പ് വ്യൂ നമ്മൾ അല്ലെങ്കിൽ വരയ്ക്കുമ്പോൾ നമ്മൾ എന്താണ് ഒരു ഫ്രണ്ട് വ്യൂവിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ എന്താണ് ഈ താഴെയുള്ള എഡ്ജുകൾ നമുക്ക് വിസിബിൾ ആയിരിക്കില്ല, മുകളിലുള്ളത് അതിനെ മറയ്ക്കുന്നത് കൊണ്ട്. സോ ഈ എഡ്ജസ് എന്തായിരിക്കും, ഹിഡൻ ആയിരിക്കും. ടോപ്പിൽ നോക്കുമ്പോൾ ഇത് ഇങ്ങനെ വരും, നോക്കൂ ഇങ്ങനെ വരുമ്പോൾ എന്താണ് ഈ എഡ്ജ് എന്ന് പറയുന്നത് എന്താണ് ഹിഡൻ ആയിട്ടാണ് വരുന്നത്. സോ ഈ എഡ്ജ് എന്ന് പറയുന്നത് ഡാഷ്ഡ് ലൈൻസ് ആണ് വരിക. അതുപോലെ ഈ ലൈൻസ് എന്താണ് നമുക്ക് വിസിബിൾ അല്ല, കാരണം എന്താണ് ഈ ഫേസ് വരുന്നത് കാരണം, അല്ല ഈ രണ്ട് ഫേസ് വരുന്നത് കാരണം എന്താണ് ഈ എഡ്ജും അതുപോലെ തന്നെ ഈ എഡ്ജും നമുക്ക് വിസിബിൾ അല്ല. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്താണ് ഡാഷ്ഡ് ലൈൻസ് ആയിട്ടും ഈ സ്ലാൻഡ് എഡ്ജിനെ നമ്മൾ ഡാഷ്ഡ് ലൈൻ ആയിട്ട് കൊടുക്കുന്നത്. ബിക്കോസ് ടോപ്പ് വ്യൂവിൽ നോക്കുമ്പോൾ എന്താണ് ഈ രണ്ട് ഫേസും ഈ ഫേസും മാത്രം നമുക്ക് കാണും, ഈ മൂന്ന് ഫേസ്, ഈ ഫേസും അതുപോലെ തന്നെ ഈ ഫേസും ഈ താഴത്തെ ബേസ് സ്ക്വയറും നമുക്ക് എന്താണ് വിസിബിൾ അല്ല. അതുകൊണ്ടാണ് ടോപ്പ് വ്യൂവിൽ വരയ്ക്കുമ്പോൾ നമ്മൾ ബാക്കിയുള്ളതിനെ ഹിഡൻ ആയിട്ട് കൊടുക്കുന്നത്. ഇതിനെ നമ്മൾ എന്താണ് ഡാർക്ക് ചെയ്ത് കൊടുക്കും, ഇതിനെ നമ്മൾ ഹിഡൻ ആക്കി കൊടുക്കും, ഇതിനെ ഹിഡൻ, ഇതും ഹിഡൻ ആക്കി കൊടുക്കുന്നതിന്റെ കാരണം അതാണ്. ക്ലിയർ ആണോ?